जानशीन सिलसिले नूरिया व सज्जाद नशीन रौज़े नूरिया क़ब्बलल्लाहु उम्रहु अपने इरशादात आलिया से सरफराज फरमाएंगे। ബഹുമാനപ്പെട്ട ശൈഖുന സംസാരിക്കാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യാതിഹി അജ്മഈൻ. وبعده قال الله تعالى في شأن حبيبه: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لئن شكرتم لأزيدنكم. قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. محترم ومكرم خلفاء کرام उलमाए इज़ाम और मेरे अज़ीज़ बुज़ुर्गों और साथियों और मेरी इज़्ज़तदार माँ और बहनों, अल्लाह तबारक व तआला का हम पर बड़ा करम फ़ज़ल और उसका ये एहसान है कि उसने हम आसी पुरमासी गुनहगार बंदों को अल्लाह अपने हबीब इमामुल अंबिया अहमद मुश्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ अज़ीम अता फरमाया. अल्हम्दुलिल्लाह. വന്യരായ ഉലമാക്കളെ, ഉലമാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹത്തുക്കളെ, വന്യരായ ഉമ്മ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളായ പാപികളായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു. और आज अल्लाह ने हम पर बड़ा ही करम किया. अपने हौल व क़ुव्वत से सदक़े में मुहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के हमारे आक़ा के उर्स शरीफ विसाल ऐसे बाबरकत मौके पर हम सब ग़ुलामों को हमारे आक़ा के बाराती बनकर यहाँ पर आने की अल्लाह तौफ़ीक़ अता फ़रमाया है. അതോടൊപ്പം ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും നേതാവായ നമ്മുടെ മഹാനായ ശൈഖ് അവറുകൾ അവരുടെ ഉർസ് ഷരീഫിൽ അവരുടെ വിസാലിൻ്റെ ഈ സുദിനത്തിൽ ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് മഹാനവറുകളുടെ ശൈഖ് നൂരി അലൈഹി റഹ്മ, ശൈഖ് ആരിഫ് അലൈഹി റഹ്മ, ഈ മഹാന്മാരുടെ ഫൈളാൻ കൊണ്ടും അവരുടെ കോലം രൂപം കണ്ടുകൊണ്ടുമാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എപ്രകാരം അല്ലാഹു തആല അവൻ്റെ ഫദ്ല് കൊണ്ട് അവൻ്റെ ഔലിയാക്കളായ ഈ മഹാന്മാരുടെ ഭ്രാന്തന്മാരായി നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ആ ഭ്രാന്തിൻ്റെ പേരിൽ അല്ലാഹു തആല അവൻ്റെ യഥാർത്ഥ ഭ്രാന്തന്മാരായി നാം ഏവരെയും തിരഞ്ഞെടുക്കട്ടെ. हाज़रीन इकराम,
हमारे ये गंदे ज़ुबानों से हम हमारे आका का क्या सीरत बयान कर सकते हैं, हमारे आका की हम क्या ऊंचाई बयान कर सकते हैं, बड़ाई बयान कर सकते हैं, हमारे आका की हम क्या मुजाहिदात व रियाजात बयान कर सकते हैं, हमारे आका की ज़िंदगी हम क्या बयान कर सकते हैं। अल्लाह ताला का करम है, अल्लाह ताला हमको उनकी याद में यहाँ पर जमा कर लिया, यही सबसे बड़ी आला नेमत है। ബഹുമാനികളെ, നമുക്ക് നമ്മുടെ ശൈഖ് അവരുടെ മഹത്വങ്ങളെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കാനാണ്? അവിടുത്തെ വളർമയും അവിടുത്തെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്കെന്ത് പറയാൻ അവകാശമാണുള്ളത്? നമുക്ക് എങ്ങനെ അവിടുത്തെ മുജാഹദാത്തുകൾ, അവിടുത്തെ അധ്വാനവും അവിടുത്തെ പരിശ്രമവും അവിടുത്തെ ത്യാഗവും പറയാൻ നമുക്ക് എന്ത് അവസ്ഥയാണുള്ളത്? നമുക്കതിനൊന്നുമുള്ള യോഗ്യതയില്ല. നാം അവരെ ഓർക്കുന്ന ഒരവസ്ഥയെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അള്ളാഹു നമ്മുടെ മേൽ ചെയ്ത അറ്റമില്ലാത്ത അനുഗ്രഹമാണ്. आज अल्लाह ताला हम गुनहगारों को, गुलामों को अपने हबीब के सदक़े में जश्न फैज़ान नूरी के मौके पर जमा किया है। मैं एक बात ये वाज़ेह कर दूँ, आज के दिन फैज़ान बयान करने के लिए यहाँ पर हम जमा नहीं हुए, बल्कि फैज़ान को खुद में देखने के लिए अल्लाह आज हमको यहाँ पर जमा किया है। അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളൽ കൊണ്ട് ഫൈളാൻ നൂരിയുടെ ആ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. എന്നാൽ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആരും തന്നെ ഇവിടെ ഫൈളാൻ പറയാനോ കേൾക്കാനോ വന്നതല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഫൈളാനിനെ ദർശിക്കാനാണ് നാം ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. और मैं बात बड़ी जिम्मेदारी से कह सकता हूँ कि अल्हम्दुलिल्लाह इल्ला माशाअल्लाह, इसमें जितने भी हजरात बैठे हुए हैं सब के सब फैज़ान नूरी से अब मालामाल हो रहे हैं, इंशाअल्लाह हर आन मालामाल होते रहेंगे। ഞാനൊരു കാര്യം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ ഏതാനും ഇല്ലാ മാഷാ അല്ലാഹ് ഒഴികെ എല്ലാവരും ഈ സമയത്ത് തന്നെ ഫൈളാനെ നൂരി കൊണ്ട് അനുഗ്രഹീതരായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്നെന്നും അവർ അനുഗ്രഹീതരായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. क्योंकि मेरे आका का मामला कुछ और ही है। आपकी जिंदगी को हम बयान नहीं कर सकते, क्या जिंदगी है आपकी। आप कम उम्री में आप अपने शेख से जब वाबस्ता हुए, तरबियत, सोहबत, खुद की इस्लाह, आपके शेख ने जब फरमाया, आपको उस मकाम पर आपके शेख ने लेकर गया, अल्लाह ने उस मकाम पर आपको फायज फरमाया, उसके बाद आपका लक़ब नूरी शाह रखा। बुजुर्गों, ये मामूली नाम नहीं है। ये नाम को अगर कोई बंदा जान ले, मालूम हो सकता है नूरी शाह का क्या मुकाम मर्तबा है। ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖ് അവരുടെ മഹത്വവും അവിടുത്തെ ജീവിതവും നാം എന്ത് വിവരിക്കാനാണ്? ബഹുമാനപ്പെട്ടവർ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ശൈഖുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി നിരന്തരം സഹവസിക്കുകയും അവരിൽ നിന്ന് ഇൽമും ഇർഫാനും വേണ്ടുവോളം കുടിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി അല്ലാഹു തആല ആ ശൈഖിലൂടെ അവരെ എത്ര ഉന്നതമായ പദവിയിലേക്കാണ് എത്തിച്ചത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അവരുടെ ശൈഖ് അവറുകൾ അവരുടെ മഹത്വവും സ്ഥാനവും കണ്ടുകൊണ്ട് അവർക്ക് നൽകിയതായ പേര് നൂരീഷ എന്നാണ്. ഈ പേരിൽ മാത്രം നാം ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പേര് എത്രമാത്രം അർത്ഥവത്തായതും എത്രമാത്രം ഔന്നിത്യത്തെ സൂചിപ്പിക്കുന്നതുമായ ഒരു നാമമാണ്, ഒരു സ്ഥാനപ്പേരാണ് ശൈഖ് അവറുകൾ അവർക്ക് നിർദ്ദേശിച്ചത് എന്നതിൽ തന്നെ നൂരീഷ എന്നവരുടെ സ്ഥാനം എത്രമാത്രം ഉന്നതമാണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടാൻ മതിയായതാണ്. आप जब तक तबलीग के मैदान में कदम रखे, क्या मामला है। कई अल्लाह के बंदों को, बंदगान खुदा को अल्लाह से जोड़ते गए, अल्लाह से वासिल
करते गए, अल्लाह का वस्ल देते गए। एक नहीं, दो नहीं, कईयों को आपने बनाया, कईयों को आपने बनाया जो आज भी चमक रहे हैं और इंशाअल्लाह ता क़यामत चमकते रहेंगे। ബഹുമാനപ്പെട്ടവര് അവരുടെ ആ പ്രബോധനത്തിന്റെ വീതിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവര് ഏതൊക്കെ പാതയിലൂടെ മുന്നേറിയോ അവരെ ഓരോ കാൽവെപ്പിലും അല്ലാഹു തആല വിജയവും ഉന്നതമായ ഫത്ഹുമാണ് ബഹുമാനപ്പെട്ടവർക്ക് പ്രദാനിച്ചത്. ബഹുമാനപ്പെട്ടവര് അവരിലൂടെ ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിനായ ആളുകൾ അവരൊക്കെ അള്ളാഹുവിന്റെ സ്വന്തക്കാരാക്കി മാറ്റുകയും എവിടെ പോയോ അവിടെയൊക്കെ ആളുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഉന്നതമായ പ്രവർത്തനമാണ് ശൈഖുന കാഴ്ചവെച്ചത്. അതിന്റെ ഏതാനും ചില താരങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അള്ളാഹു തആല അവരുടെ ആ പ്രകാശം ഇന്നും ലോകത്ത് പരത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. क्योंकि आपने अल्लाह ने आप पर ऐसा फजल फरमाया था, आपको अल्लाह ने मुजद्दिद बनाया है, मुजद्दिद बनाया है। बुजुर्गों, सैकड़ों शयूख को देख ले, बुजुर्गों सैकड़ों शयूख को देख ले, सैकड़ों में से एक नहीं है, इनके सामने सैकड़ों में फीके हैं। ये हमारा ईमान, आपसे पहले वालों को भी देखे, आपके बाद वालों को भी देखे, आपके हम असर को भी देखे, मालूम ये होता है अल्लाह ने आपको जितनी तरक्की अता किया है, ना कुछ पहले वालों को अता किया, ना कुछ बाद वालों को अता किया है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ഉന്നതമായ അവസ്ഥയാണ് അവർക്ക് നൽകിയത്. അവർ കാലഘട്ടത്തിന്റെ ഒരു മുജദ്ദിദായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു ഈ നൂറ്റാണ്ടിലേക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. ബഹുമാനപ്പെട്ടവര് ഏത് വഴിയിലൂടെ മുന്നേറിയോ അവിടെയൊക്കെ വിജയം മാത്രമാണ് ബഹുമാനപ്പെട്ടവർക്ക് വരിക്കാൻ സാധിച്ചത്. അവരിലൂടെ ഒന്നോ രണ്ടോ ആളുകളല്ല, ആയിരങ്ങളിലാണ് അവർ വിപ്ലവം ഉണ്ടാക്കിയത്. നമ്മൾ കാലഘട്ടത്തിൽ പല ശൈഖന്മാരെയും കാണാനും അവരുടെ ചരിത്രങ്ങൾ പഠിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാലഘട്ടത്തിലുള്ള നൂറുകണക്കിന് ശൈഖന്മാരുടെ ഇടയിൽ നിന്നുള്ള ഒരു ശൈഖ് ആയിരുന്നില്ല അവർ. മറിച്ച് അവരോട് തുല്യമായ ഒരാൾ ലോകത്ത് കാണാൻ അവരുടെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ദൂരം വരെ നോക്കിയാൽ നമുക്ക് കഴിയുകയില്ല. അവരുടെ അടുത്ത ശേഷമുള്ള കാലഘട്ടത്തിലും അതുപോലെ പ്രസിദ്ധരായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മഹാനെ ഈ ചുറ്റുപാടിൽ, ഈ ചരിത്രത്തിൽ ലോകത്ത് നമുക്ക് ഇന്ന് തിരഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ തുല്യതയില്ലാത്ത ഒരു മഹാൻ വ്യക്തിത്വത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനിച്ചത്. मैं ये बात क्यों कह रहा हूँ? क्योंकि आपकी जिंदगी को अगर हम देखेंगे, मैं तो नहीं देखा हूँ, अल्हम्दुलिल्लाह मैं मेरे शेख में नूरी को भी देखा हूँ, बुजुर्गों उन्हीं में मैं गरीबन नवाज को भी देखा हूँ, उन्हीं में मैं गौसुल आजम को भी देखा हूँ, और उन्हीं की सूरत में मोहम्मद रसूलुल्लाह को भी देखा हूँ। वो अलग बात है, मैं आंखों से तो उनको नहीं देख सका, लेकिन उनके कमालात पीर आरिफ में मैं जरूर देखा हूँ। ബഹുമാനികളെ, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രവർത്തനത്തിന്റെ വിശാലമായ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ എനിക്ക് നേരെ എൻ്റെ ഈ കണ്ണുകൊണ്ട് അവരെ കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് കണ്ണുകൊണ്ട് അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ശൈഖ് ആരിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ എനിക്ക് നൂരിയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരിലൂടെ തന്നെ എനിക്ക് ഗരീബ് നവാസ് സർക്കാരിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കോലത്തിൽ എനിക്ക് ഗൗസുൽ ആദമിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ കോലത്തിൽ എനിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അത്രയും ഉന്നതമായ ഒരു അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഹദ്റത്ത് നൂരി അലൈഹി റഹ്മ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്നുള്ള ചിത്രം പീർ ആരിഫിലൂടെ ദർശിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. बुजुर्गों, आपकी जिंदगी को पर नजर डाले, क्या मामला है जिंदगी का? आपने शरीयत व तरीकत को दोनों को लेकर चला है। जितने शयूख आप देखते हैं, या तो तरीकत पर मेहनत करते हैं तो शरीयत को छोड़ देते हैं, शरीयत पर अमल करते हैं, लेकिन शरीयत पर उस तरह अमल नहीं करते जिस तरह शरीयत वाले मेहनत करते हैं जामियात की सूरत में। बुजुर्गों, आपने शरीयत को भी लेकर चला है, तरीकत को भी लेकर चला है।
देखिए इस वजह से आपने जामिया इलाहिया तो नूरिया कायम फरमाया, उसके साथ सनात का इंतजाम भी फरमाया। ये मुजद्दिद का ही काम हो सकता है, किसी और का काम नहीं हो सकता है। बुजुर्गों, आपने मलाबार में जामिया नूरिया इन्हाद अमल में लाया, आपने संग बुनियाद रखी, आपने उसको जामिया नूरिया को मुनाफिद फरमाया। उसके साथ आप ये इरशाद भी फरमाने लगे यहाँ पर भी सनात का कुछ एहतमाम इंतज़ाम होना चाहिए। उस वक़्त के उलमा ये कहने लगे कि अगर हम उसको कायम करेंगे तो फिर इसकी अहमियत चले जाएगी, लिहाजा इसी पर हम मेहनत करेंगे। मेरे दादा खामोशी अख्तियार किए, लेकिन आज ज़रूरत पड़ी, 25 साल 30 साल के बाद इंजीनियरिंग कॉलेज भी आ गया है। बुजुर्गों, उनकी ज़बान से जो निकला है अल्लाह ताला उसे कबूल फरमाया है। ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത, അവർ ഒരേ സമയം ശരീഅത്തിനെയും തരീഖത്തിനെയും ഒരുമിച്ച് കൂട്ടിയ ജാമിഇയ്യത്തുള്ളതിനെ സമ്മേളിപ്പിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖ്. നമുക്ക് പല ശൈഖന്മാരെയും കാണാൻ കഴിയും, അവർ തരീഖത്തിന്റെ കാര്യം വിശദീകരിക്കുമ്പോൾ ശരീഅത്ത് പലതും അവർക്ക് കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അവർ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നല്ല, ശരീഅത്തിന്റെ അഹ്ലുകാരി ഏതൊരു പ്രാധാന്യം ശരീഅത്തിന് നൽകുന്നോ അതുപോലത്തെ പ്രാധാന്യം അവരിൽ ചിലപ്പോൾ കാണപ്പെടുകയില്ല. ഇങ്ങനെയാണ് പലരെയും നമുക്ക് കാണുക. ശരീഅത്തിന്റെ പേരിൽ അധ്വാനിക്കുന്ന പലരെയും നമുക്ക് കാണാം, അവരിലൊന്നും തരീഖത്തിന്റെ വാസന പോലും എത്താത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ പ്രത്യേകത, അവർ ഒരേ സമയം ശരീഅത്തിനെയും തരീഖത്തിനെയും ഒരേ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കുകയും തന്നോട് ബന്ധപ്പെട്ടവരിലേക്ക് തുല്യമായ അവസ്ഥയിൽ രണ്ടിനെയും പകർന്നു കൊടുക്കുകയും ചെയ്ത അതുല്യമായ ഒരു പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാഴ്ചവെച്ചിട്ടുള്ളത്. ആ ശരീഅത്തിന്റെ പഠനങ്ങളെ തരീഖത്തിനോടൊപ്പം സമുന്നയിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നൽകിയ സന്ദർഭത്തിൽ തന്നെ ആ ശരീഅത്ത് പഠിക്കാൻ ആവശ്യമായ ജാമിഅകൾ ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചു. ഇവിടെ ജാമിയ ഇലാഹിയത്ത് നൂരിയ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഒരു ജാമിയ ശരീഅത്തിന്റെ കോളേജ് ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചതിനോടൊപ്പം തന്നെ അതിന്റെ പേരിൽ തന്നെ തഅലീമോ സനാത്ത്, ഇത് പഠനം മാത്രമല്ല, അതിനോടൊപ്പം ഒരു കായികപരമായ ഒരു വിദ്യ കൂടി അവർക്ക് പഠിപ്പിക്കണമെന്ന നിർബന്ധത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ടവർ ആ സ്ഥാപനം തുടങ്ങിയത്. ഒരു മതപഠന കേന്ദ്രത്തിനോടൊപ്പം എന്തെങ്കിലും അവർക്കൊരു അവർക്കൊരു തൊഴിൽ സംബന്ധമായ ഒരു പഠനം കൂടി നൽകുക എന്നൊരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. ഇങ്ങനെ ഈ രണ്ടിനെയും കൂടി സമുന്നയിപ്പിക്കുക എന്നൊരു പ്രവർത്തനം അടുത്ത കാലത്തൊന്നും ഒരു ശൈഖ് ചെയ്തതായി, ഒരു ജാമിയയുടെ സ്ഥാപകർ ചെയ്തതായി നമുക്ക് കാണുകയില്ല. അതിന്റെ പേരിലാണ് അവരൊരു മുജദ്ദിദായി കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നമ്മൾ പറഞ്ഞത്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ ജാമിയ നൂരിയ എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു, അതിനെ സ്ഥാപിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ ആ സ്ഥാപനത്തോടൊപ്പം ഇവിടെ ജനങ്ങൾക്ക്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദീനിയായ ശരീഅത്തിന്റെ അറിവ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം തൊഴിൽ സംബന്ധമായ ഒരു ജോലി കൂടി അറിയാവുന്ന ഒരു പഠനം ഇവിടെ നൽകണം എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഉലമാക്കൾ പറഞ്ഞു, അങ്ങനെ ഒരു തൊഴിൽ സംബന്ധമായ പഠനം ഈ മൗലവിമാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രാധാന്യമില്ലാതായി മാറും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതായിരിക്കട്ടെ, ശൈഖുന ആ സമയത്ത് നിശബ്ദത പാലിച്ചു. എന്നാൽ ഇന്ന് 40, 25, 50 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവർ സ്വയം ആ സ്ഥാപനത്തിന് വേണ്ടി നൽകപ്പെട്ട ഭൂമിയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചതായി നാം ദർശിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ നാവുകൊണ്ട് എന്ത് പറഞ്ഞോ അതിനെ അപ്പടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തി കാണിച്ചതായിട്ടാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. सिर्फ इतना ही नहीं बल्कि अपनी सारी जायदाद को अल्लाह के लिए वक्फ, अल्लाह की रजा के खातिर, अल्लाह के बंदों की खिदमत के खातिर। हम आपके जिंदगी को बयान हम नहीं कर सकते। अभी हम फाजिल मुहर्रिर से हम सुने कि क्या मामला था, आपने किस हिसाब से अल्लाह की राह में अपने जान को, माल को, अपने वक्त को, हर चीज को किस तरह कुर्बान किया। ये सब तो अपनी जगह है, लेकिन जब जामिया का संग बुनियाद का जब वक्त आया, जब संग बुनियाद रखा गया, लोगों ने पूछा, अखबार के लिखने वालों ने पूछा, शाह साहब आप तो इतनी बड़ी तामीर करवा रहे हैं, इतना बड़ा प्लान है, इतना बड़ा मंसूबा है, कहाँ है ये पैसा?
कि करने के लिए कहा कैसा इंतजाम। आप क्या इरशाद फरमाते हैं, सही मेरा काम है, इत्माम मेरे परवरदिगार का काम है। बुजुर्गों, ये ईमान, ये कैफियत, ये मकाम, ये मर्तबा के रखने वाले अल्लाह के महबूब बंदे से अल्लाह आज हमको निस्बत अता किया है। ये निस्बत पर हमको फख्र करना चाहिए। ബഹുമാനികളെ, അങ്ങനെ ആ ജാമ്യ സ്ഥാപിക്കുകയും ശൈഖുനായുടെ മുഴുവൻ സ്വത്തും ആ ജാമ്യയുടെ നിലനിൽപ്പിന് വേണ്ടി, ആ ജാമ്യ നടക്കുന്നതിന് വേണ്ടി, ഈ സമുദായത്തിൻ്റെ സേവനത്തിനായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ വഖഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭൂമി മുഴുവനും വഖഫ് ചെയ്ത്, സ്വത്ത് മുഴുവനും വഖഫ് ചെയ്ത് എന്നല്ല, തൻ്റെ ജീവനും തൻ്റെ ആരോഗ്യവും തൻ്റെ സമയവും തൻ്റെ കഴിവുകളും യോഗ്യതകളും മുഴുവനും ഈ വഴിയിൽ മാത്രം വഖഫ് ചെയ്ത ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത് എന്ന് നേരത്തെയും സംസാരിച്ചവരിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇങ്ങനെ ജാമ്യമൊക്കെ സ്ഥാപിച്ചു എന്നത് അതിൻ്റെ സ്ഥാനത്ത്. എന്നാൽ ഇതൊക്കെ സ്ഥാപിച്ച സമയത്തുള്ള അവരുടെ ചിന്താഗതി, അതിൻ്റെ രീതി എന്തായിരുന്നു? കയ്യിലോ മറ്റോ വല്ല പൈസയൊക്കെ ഒരുമിച്ച് കൂടി സ്വത്തുണ്ടാക്കിക്കൊണ്ടല്ല ഒരു സ്ഥാപനത്തിന് അവർ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അക്കാലത്ത് അവരെ കണ്ടിരുന്ന ആളുകൾ, നേതാക്കളൊക്കെ പറഞ്ഞു, ഷാ സാഹിബ് തങ്ങളവരെ, നിങ്ങൾ ഇത്രയും വലിയൊരു പദ്ധതി, ഒരു സ്ഥാപനം നടത്തണമെന്നാണ് നിങ്ങൾ ഏലാൻ ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന് നടക്കാനുള്ള സ്ഥിരമായ വരുമാനം എന്താണ്? ഒരു സ്ഥിര വരുമാനമൊന്നുമില്ലാതെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ പണി അധ്വാനിക്കുക എന്നുള്ളത് മാത്രമാണ്, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാര്യമാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രവർത്തനത്തെ മുഴുവനും സ്വയത്തിലേക്ക് ചേർക്കാതെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് നിലനിർത്തിയ ഉന്നതരായ ഒരു ശൈഖിന്റെ ബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അവരുമായി നമുക്ക് ലഭിച്ച ബന്ധത്തിൽ നാം എത്ര അഭിമാനം കൊണ്ടാലും മതിയാവുകയില്ല. बुजुर्गों और दोस्तों, क्या मामला, ये सब तो अपनी जगह है, लेकिन मेरी नज़र में सबसे आला मुकाम, सबसे आला चीज़ अगर कोई है तो अपने लख्त जिगर, नूर नज़र फर्जंद अकबर को अपने सीट पर बिठाना, ये सबसे आला काम है. ഇതൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ചെയ്ത തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നിർമ്മാണങ്ങളെക്കാളൊക്കെ ഉയർന്ന നിർമ്മാണം ബഹുമാനപ്പെട്ട ശൈഖുന ചെയ്തത് തൻ്റെ ഓമനപുത്രൻ, തൻ്റെ കരൾ കഷ്ണമായ, തൻ്റെ സ്നേഹനിധിയായ ആ മൂത്ത മകനെ തൻ്റെ സ്ഥാനത്ത് ജാനശീനായി നിശ്ചയിക്കുകയും ആ നിലക്ക് അവരെ വളർത്തിയെടുക്കുകയും ചെയ്തു എന്നതാണ് അവർ ചെയ്ത ഏറ്റവും ഉന്നതമായ പ്രവർത്തനം. आज जो हमें नजर आ रहा है, पीर नूरी की तवज्जो जरूर है, इनकार नहीं है, तवज्जो जरूर है, लेकिन मेरे वालिद की मेहनत का नतीजा है, सिला है, जो आज हमें रंग नजर आ रहा है. നിങ്ങൾ ഇന്നിവിടെ ഈ ഏതൊരു ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത് തീർച്ചയായും ശൈഖ് നൂരി മഹാനവറുകളുടെ തവജ്ജുഹ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ എൻ്റെ വന്യരായ പിതാവ്, അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സർവ്വ ദൃശ്യങ്ങൾ. अजीज दोस्तों और बुजुर्गों, आप जब आपको आपकी तवल्लुद हुई, क्या नाम रख रहे हैं? सैयद मोहम्मद आरिफुद्दीन जीलानी. ആ മകൻ ജനിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖ് അവர்கள் അവർക്ക് നൽകിയ പേരെന്താണ്? സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി. और जानशीन बनाने के बाद लक़ब क्या रखा गया? नूरुल्लाह. ജാനശീനാക്കി, ഖലീഫയാക്കി ജാനശീനാക്കി നിശ്ചയിച്ച സമയത്ത് സ്ഥാനപ്പേര് നൽകിയത് എന്താണ്? നൂറുല്ലാഹ്. जरा हम इस पर जरा और फिक्र करने की कोशिश करें तो इंशाअल्लाह उठने से पहले अल्लाह पीरों के फैजान से जरूर मालामाल फरमाएगा. നമ്മൾ ഈ പേരിലുള്ള അർത്ഥങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മശായിഖന്മാരെ ഫൈദാനം കൊണ്ട് അനുഗ്രഹീതരാകാൻ നമുക്ക് സാധിക്കും. देखो, आप चाहे तो लक़ब नूरी शाह भी रख सकते थे, क्यों नहीं रखे? അവരുദ്ദേശിക്കുകയാണെങ്കിൽ പേര് ഇപ്പൊ നൂരി ഷാ തന്നെയാണ് വെക്കായിരുന്നു. എന്താ വെക്കാതിരുന്നത്? इसीलिए नहीं रखे कि मेरा नाम भी, मेरे बेटे का नाम भी लक़ब सेम नहीं होना चाहिए. इसीलिए आपने क्या किया? आपके शेख ने आपको नूरी शाह का लक़ब दिया, तो आप अपने बच्चे को नूरुल्लाह शाह का लक़ब दे रहे हैं. ശൈഖുനായുടെ പേര് സ്വയം നൂരി ഷാ എന്നാണ്, പിന്നെ മകന്റെ പേര് കൂടി നൂരി ഷാ എന്നാകുമ്പോൾ അതൊരു യോജിപ്പില്ല, അതൊരു ഉത്തമമായി തോന്നുന്നില്ല.
അപ്പൊ അത് മാറണം എന്നതുകൊണ്ടാണ് നൂരിഷ എന്ന് വെക്കാതിരുന്നത്. എന്നാൽ അത് വെക്കാതെ വെച്ചപ്പോ പിന്നെ വെച്ചതും തന്നെയാണ് അതേ അർത്ഥം അറിയിക്കുന്ന നൂറുല്ലാഹ എന്ന പേരാണ് പിന്നെ വരുന്നത്. अलग भी रखे तो अपने नाम से अपने बेटे को जुदा नहीं किए हैं वहां पर भी. പേര് മാറ്റി വെച്ചപ്പോഴും തന്റെ പേരിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പേര്, തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു പേര് തന്റെ മകന് വെച്ചിട്ടില്ല. അവര് लक़ब वही रख रहे हैं. क्यों रख रहे हैं वही? क्योंकि मैं तो कई लोगों को बनाया हूं, लेकिन मेरा नूर मैं अगर किसी में मुंतकिल किया हूं तो नूरुल्लाह में मुंतकिल किया हूं. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വെച്ചത്? ഞാൻ പലരെയും വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പലരെയും സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ നൂറ് ഞാൻ ആർക്കാണോ പകർത്തി കൊടുത്തതെങ്കിൽ അവർ യഥാർത്ഥ നൂറുല്ലാഹയാണ്, അവരിലാണ് ആ നൂറുള്ളത്. उनका नूर उनका नहीं है बल्कि मोहम्मद रसूलुल्लाह का नूर, अल्लाह का नूर. अल्लाह क्या इरशाद फरमा रहा, सरकार क्या इरशाद फरमा, अना मिन नूरिल्लाह, इधर नूरुल्लाह. अल्हम्दुलिल्लाह अल्लाह हमको नूरुल्लाह शाह से निस्बत भी अता किया, नूरी शाह से भी निस्बत अता फरमाया. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ, ഏത് നാമമാണ് അവർക്ക് നൽകിയത്? തന്റെ നൂറ് അവരിലേക്ക് പകർത്തി കൊടുത്തുകൊണ്ട് അവർക്ക് നൂറുള്ള എന്ന നാമമാണ് നൽകിയത്. അവരുടെ നൂറ് യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹിന്റെ നൂറാണ്. അവരുടെ നൂറ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നൂറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മിൻ നൂരില്ല, ഞാൻ നൂറുള്ളയാണ്, ഇവരും നൂറുള്ള. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ നിലക്കാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്നത്. और फिर नाम क्या है? आरिफ रज़ी अल्लाह तआला अन्हु. പേരെന്താണ്? ആരിഫ് റളിയല്ലാഹു. क्या है आरिफ? कैसा आरिफ रखा गया नाम? എന്താണ് ആരിഫ്? ആരിഫ് എന്നുള്ള പേര് വെക്കുന്നത് എന്തുകൊണ്ടാ? किसका आरिफ? कौन आरिफ? क्यों आरिफ रखा गया? ആരുടെ ആരിഫാണ്? ആരെ തിരിച്ചറിയുന്നവരാണ് അവര്? എന്തിന്റെ പേരിലാണ് അവർക്ക് അങ്ങനെ ആരിഫ് എന്ന് വെച്ചത്? ആർക്ക് വേണ്ടിയാണ് അങ്ങനെ ആരിഫ് എന്ന് പേര് നിശ്ചയിച്ചിട്ടുള്ളത്? देखो अल्लाह क्या इरशाद फरमा, कुन्तु कंज़न मख्फियन फअहबब्तु अन उरफा. वो उरफा से आरिफ बना सो है. अल्हम्दुलिल्लाह वो आरिफ को अल्लाह समझने की हमें कुछ तौफीक अता फरमाए. അല്ലാഹു തആല പറഞ്ഞു, കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅഹബബ്തു അൻ ഉറഫ. ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു, ഞാൻ അറിയപ്പെടണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അല്ലാഹു തആല സൃഷ്ടികളെ കുറിച്ചെങ്കിൽ ആ ഉറഫ എന്ന് പറഞ്ഞതിൽ നിന്നുണ്ടായ ആരിഫാണിത്. ആ നിലക്കാണ് അവർക്ക് ആരിഫ് എന്ന് പേര് വെച്ചിട്ടുള്ളത്. नाम भी रखा है तो ऐसा नाम, लक़ब भी रखा है तो ऐसा लक़ब. और जब आपके विसाल के बाद जब गादी पर जब मेरे वालिद जब बैठे, क्या मामला है, अपने रात तो दिन को नहीं देखा, हजर बुजुर्गों सफर घर, हर वक्त बीमारी हो या सेहत, हर वक्त एक ही मकसद, मेरे वालिद के मकसद को पूरा करे, मेरे वालिद के मकसद को पूरा करे, मेरे वालिद का मकसद पूरा हो जाए, मेरे वालिद का मकसद पूरा हो जाए. कैसे मकसद को पूरा किया? अरे हर शेख नाज करे ऐसे सज्जादे पर, बुजुर्गों हर शेख नाज करे, हर शेख की आरज़ू करे ऐसा सज्जादा मुझे मिले, ऐसा सज्जादा मिले. बुजुर्गों हर सज्जादे नाज करे ऐसे सज्जादे पर. अल्लाह ऐसे सज्जादे नशीन से अल्लाह ने निस्बत अता फरमाया है. അങ്ങനെ ഈ ആരിഫും നൂറുള്ളയുമായി ഉദയം ചെയ്ത ആ മഹാനവറുകൾ അവരെ ഷെയ്ഖുന അവരുടെ സ്ഥാനത്തിരുത്തി. അങ്ങനെ ഷെയ്ഖുന വിസാലായി ആ സ്ഥാനത്ത് വന്നതിന് ശേഷം വീട് എന്നോ യാത്രയെന്നോ യാതൊന്നും വകവെക്കാതെ മുഴുവൻ സമയവും എൻ്റെ ഷെയ്ഖിൻ്റെ ലക്ഷ്യമേതോ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക, ആ ലക്ഷ്യത്തെ പൂർണ്ണമാക്കുക എന്ന ഏക ചിന്തയിൽ മാത്രമായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒരു ജീവിതം മുഴുവൻ നയിച്ചു കാണിച്ചത്. അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. बुजुर्गों और दोस्तों, आज कैसा वो हमको आज ये काबिल बनाए, कैसा हम आज ये काबिल, ये महफिल में कसरत से पीर नूरी को देखने वाले नहीं है, पीर आरिफ को देखने वाले हैं. कसरत ये महफिल की. बुजुर्गों आज हमको कैसे काबिल बनाए, हम कितनी दूर थे अल्लाह से, कितनी गाफिल थे अल्लाह से. बुजुर्गों हम अल्लाह से गफलत बरतते हुए, अल्लाह से दूरी रखते हुए, बुजुर्गों हम अल्लाह के दुश्मन बन के जिंदगी गुजार रहे थे. अल्लाह का करम है जब इनकी नजर हम पर पड़ी, बुजुर्गों जब इनकी नजर हम पर पड़ी, आज अल्लाह ने हमें कैसा नाम लेने वाला बनाया उसका.
बुजुर्गों उसको कैसा याद करने वाला बनाया, बुजुर्गों कैसा उसका चाहने वाला हमको बनाया। कि किसका कमाल है? अल्लाह का फजल है, रसूलुल्लाह का सदका है, पीर नूरी की तवज्जो है, पीर आरिफ का मुजाहिदा है, कोशिश है। आज अल्लाह हमको ये मकाम अता किया है। ബഹുമാനികളെ, അവരുടെ ആ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇരിക്കുന്ന ആളുകളൊക്കെ ഏതൊരു യോഗ്യത, ഏതൊരു പ്രത്യേകത ആരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് എത്തിയതൊക്കെ ആരെക്കൊണ്ടാണ്? ഇതിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ബഹുമാനപ്പെട്ട നൂരി അലൈഹി റഹ്മയെ കണ്ടവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബഹുമാനപ്പെട്ട ആരിഫ് സർക്കാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർഗത്തിൽ നിന്ന് ഫൈദ് സിദ്ധിച്ചവരാണ് ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ബഹുമാനികളെ, നാം നമ്മുടെ നേരത്തെ അവസ്ഥ എന്തായിരുന്നു? നാം എത്രമാത്രം അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധരായി ജീവിക്കുന്നവരായിരുന്നു. നാം എത്രമാത്രം അള്ളാഹുവിൽ നിന്ന് വിദൂരത്തായിരുന്നു. നാം സംഭവത്തിൽ അള്ളാഹുവിന്റെ ശത്രുക്കളായി ജീവിക്കുന്ന ഒരു ദുരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മളെ മാറ്റി ശരിയാക്കി ഏതവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. സദാസമയം അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ ഇന്ന് നമ്മളിൽ അവരുണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇന്ന് അവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയതായ മാറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെയും അടുപ്പത്തിന്റെയും വഴിയിലേക്ക് അവർ നമ്മെ നയിച്ചിരിക്കുകയാണ്. ഈ ഏതെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ സംഭവത്തില് അള്ളാഹുവിന്റെ ഫളലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് നൂരി മഹാനവറുകളുടെ തവജ്ജുഹും ശ്രദ്ധയുമാണ് നമ്മിലേക്ക്. എന്നാൽ അതിനോടൊപ്പം ബഹുമാനപ്പെട്ട ശൈഖ് ആരിഫ് മഹാനവറുടെ കഠിനാധ്വാനവും പ്രയത്നവും നമ്മളെ പിന്നെ നമ്മൾ ശരിയാകാൻ അവർ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് നമ്മിലുണ്ടായ സർവമാറ്റങ്ങളുടെയും കാരണം. मेरे दादा नूरुल मशाइख नूरी शाह रहमतुल्लाह अलैह ने कुतुबुल मशाइख को नूरुल्लाह शाह नूरी को जो बनाया है, हम नहीं समझ सके हैं, हम नहीं समझ सके हैं। बुजुर्गों, लोग ये धोखे में पड़े हैं। अरे लोगों की खिदमत करते थे, वो था, ये था, ऐसा था, फुला था। शेख की सोहबत उतनी अख्तियार नहीं की, हम तो नहीं देखे। उनकी उम्र क्या है, हमारी उम्र क्या है? मेरे वालिद नूरुल्लाह शाह नूरी अपने शेख के साथ कितनी सोहबत अख्तियार किए, कितनी सोहबत अख्तियार किए। मैं ये बात लिख कर दे सकता हूँ और कसम के साथ ये बात बोल सकता हूँ, मेरे वालिद ने मेरे दादा के साथ जितनी सोहबत अख्तियार की, खुदा की कसम उतनी सोहबत किसी ने अख्तियार नहीं की, किसी ने अख्तियार नहीं की। बुजुर्गों, जो सोहबत में ज्यादा देर रखा, जिसको इतनी देर अपनी सोहबत में रखा, 53-54 साल तक अपनी नजरों में, अपनी सोहबत में, बुजुर्गों अपनी तरबियत में रखने वाले को हम ये कह रहे हैं कि वो खिदमत में मसरूफ थे। बुजुर्गों, ये वो रखने का सिला है जो आज नजर आ रहा है, वो रखने का सिला है अपनी तरबियत में जो आज ये नजर आ रहा है। पहले वालों ने भी नहीं जाना, अब के वालों ने भी नहीं जाना, और देखा गया तो हम भी नहीं जाने हमारे पीर को, हम भी नहीं जाने हमारे पीर को, क्योंकि नाम खुद आरिफ है। अल्लाह के इरफान को कोई नहीं जान सका तो आरिफुद्दीन को कौन जाने वाला है? ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ആരിഫ് സർക്കാർ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ എത്രമാത്രം ഉന്നതമായ മഹത്വങ്ങളുടെ ഉടമയായിരുന്നു എന്ന് അവരെ കണ്ട അവരെ സഹവസ്ഥ പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ യോഗ്യതയെ, അവരുടെ പ്രത്യേകതയെ പലർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. പലരും പറയാറുണ്ടായിരുന്നത്, ബഹുമാനപ്പെട്ടവർ അവരുടെ ഉപ്പാന്റെ ശൈഖിന്റെ കാലത്ത് സ്ഥാപനങ്ങളിലൊക്കെ സേവനം ചെയ്തുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക പോലത്തെ പണിയൊക്കെ എടുത്ത് ജീവിച്ചിരുന്ന ഒരാളല്ല, അതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അതല്ലാതെ എപ്പോഴെങ്കിലും ശൈഖിന്റെ സഹവാസത്തിൽ തഅലീമിലൊന്നും ഇരിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പലർക്കും തോന്നുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുല്ലാഹി ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവര് എത്രമാത്രം ദീർഘകാലം ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങളുമായി സഹവസിച്ചോ അത്രയും ദീർഘകാലം. ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി തരാം. അത്രയും കാലം ദീർഘമായിക്കൊണ്ട്
നൂറുൽ മശായിഖിന്റെ സഹവാസം സ്വീകരിച്ചതായ ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ജനിച്ചത് മുതൽ ഏകദേശം 56 വയസ്സ് വരെ വേറൊരു സ്ഥാപനത്തിലോ ഒരു കോളേജിലോ പോകാതെ തന്റെ സ്വന്തം കൺമുന്നിൽ വെച്ചുകൊണ്ട് എവിടേക്കും മാറ്റാതെ സുഹബത്തിൽ നിരന്തരമായി 56 കൊല്ലം നിലനിന്ന ഏതെങ്കിലും ഒരാളെ ആർക്കും കാണിച്ചു തരാൻ സാധ്യമാവുകയില്ല. ഇത്രയും കാലം ദീർഘമായി തന്റെ സഹവാസത്തിൽ ഇരുത്തിയ ഒരു ഷെയ്ഖിന്റെ, ഉന്നതരായ ഒരു ഷെയ്ഖിന്റെ സഹവാസം സ്വീകരിച്ച ഒരാളിലുണ്ടാകുന്ന ഗുണങ്ങളും മാറ്റങ്ങളും എത്രയായിരിക്കും നമുക്കത് ഊഹിക്കാനോ പറയാനോ സാധ്യമാവുകയില്ല. അപ്പൊ അത്രയും ദീർഘകാലം ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു. ആളുകൾ പറയും അവർ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിലൊക്കെ സേവനം ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ സേവനം ചെയ്ത് നിന്നതിന്റെ ഫലം തന്നെയാണ് ഇന്ന് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലക്കാരായ ആളുകൾക്കും അവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴുള്ള ആളുകൾക്കും അവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. സംഭവത്തിൽ നോക്കിയാൽ നമ്മൾക്കും അവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവരെ എങ്ങനെ തിരിച്ചറിയാനാണ്? അള്ളാഹുവിന്റെ ഇർഫാൻ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അള്ളാഹുവിന്റെ മാരിഫത്തിലേക്ക് എത്താൻ ഒരാൾക്ക് ശരിക്കും സാധിക്കുകയില്ല. പിന്നെ ആരിഫിന്റെ മാരിഫത്തിലേക്ക് എത്താൻ ആർക്ക് സാധിക്കാനാണ്? अजीज दोस्तों और बुजुर्गों, मेरे नूरी को जरा देखो, वो जर्रों को उठाकर बादशाह का ताज बनाने वाले नूरी पिया, बुजुर्गों जर्रात को उठाकर बुजुर्गों आला मुकाम देने वाले नूरी पिया, वो 56-53 साल अपनी सोहबत में बिठाने वाले को क्या वो नहीं दे सकते? बुजुर्गों दिए हैं, बोलने की जरूरत नहीं, हम अपनी आंखों से देख रहे हैं, आंखों से देख रहे हैं। अल्लाह ताला हमको समझने की तौफीक अता फरमाए। ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ മശായിഖ് അവരുടെ പ്രത്യേകത നിങ്ങൾ നോക്കി. ഒന്നുമല്ലാത്ത മണ്ണിൽ കിടന്നിരുന്ന ഒരു തരിമണ്ണിനെ എടുത്തുകൊണ്ട് രാജാവിന്റെ കിരീടത്തിൽ വെക്കാൻ മതിയായ മുത്തുകളാക്കി പലരെയും മാറ്റിയ ആ നൂറുൽ മശായിഖ്, അവരുടെ സ്വന്തം രക്തത്തിൽ നിന്ന് പറഞ്ഞ അവരുടെ മകൻ 56 കൊല്ലം അവരോട് സഹവസിച്ചതിന് ശേഷം ഇവർക്കൊന്നും ആക്കിയതുപോലെ ഇതിലപ്പുറം ഈ നൂരിശാഖങ്ങൾക്ക് അവരെ ആക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരിക്കലുമല്ല, അവരെ ആക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരും. बुजुर्गों, मेरे वालिद ने अपने वालिद के, मेरे दादा के तालीमात को कैसा आम फरमाया दुनिया में, कैसा आम फरमाया दुनिया में। जहाँ जहाँ मेरे दादा नहीं गए वहाँ पर मेरे वालिद वहाँ पर भी जाकर खिदमत किए, वहाँ जाकर अल्लाह की बातें पहुँचाएं, अल्लाह के बंदों को अल्लाह से जोड़ते गए। क्या है, किस बात की बहस है, किस बात का जिक्र है, किस बात को लोगों को आगाह कर, कौन सी बात से लोगों को आगाह करवा रहे हैं? एक ही चीज, ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। ബഹുമാനപ്പെട്ട എന്റെ ഉപ്പ അവർ ഈ രംഗത്ത് വന്ന സമയത്ത് തബ്ലീഗിന്റെ മേഖലയിലേക്ക് എത്തിയപ്പോൾ അവർ ശൈഖുനാന്റെ പ്രവർത്തനത്തെ എത്രമാത്രമാണ് അതിനെ വിശാലതയിലേക്ക്, പുരോഗതിയിലേക്ക് എത്തിച്ചത്. വാപ്പ ചെയ്ത പ്രവർത്തനത്തെ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് ശൈഖുന പ്രവർത്തനം നടത്തിയോ, ഈ സിൽസിലയെ വ്യാപിപ്പിച്ചോ, ഏതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് അവര് ജനങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കിയോ, അള്ളാഹുവിന്റെ സ്വന്തക്കാരാക്കി മാറ്റിയോ, ആ പരിധിയുടെയും അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് വരെ ബഹുമാനപ്പെട്ടവർ പോവുകയും അവിടെ എത്തുകയും ചെയ്തുകൊണ്ട് അവിടെയുള്ള അടിമകളിലേക്ക് വരെ ഈ സിൽസിലയുടെ സന്ദേശം ബഹുമാനപ്പെട്ടവർ എത്തിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് യാത്ര ചെയ്ത് പോകാത്തതായ പല രാജ്യങ്ങളിലും ബഹുമാനപ്പെട്ട ശൈഖുന ആരിഫുദ്ദീൻ സർക്കാർ ബഹുമാനപ്പെട്ടവർ റഹ്മത്തുള്ളാഹി അലൈഹി എത്തുകയും അവിടെയുള്ള ജനങ്ങൾക്ക് വരെ ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനത്തിലായിട്ടാണ് അവർ ജീവിതം നയിച്ചത്. ഈ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തത് ഏത് കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ഏത് പഠനം തന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ നിർവഹിച്ചത്. ഈ സർവ്വകാര്യവും അവർ ചെയ്തത് ഒരൊറ്റ വാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരൊറ്റ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ വിപ്ലവം ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയത്. ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह पढ़कर क्या बतलाया मेरे शेख ने? अल्लाह हाजत रवा है। ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹുവാണ് ആവശ്യം കൊടുക്കുന്നത്. अल्लाह हाजत रवा है, इसका मतलब ये नहीं कि हम अनफुस में, आफाक में
ही हमारी हाजतों को पूरा कर रहा है, बल्कि हाजत रवा बोलकर सारे तालीमात को उसी में बयान फरमाया है। നിങ്ങൾ മനസ്സിലാക്കരുത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അല്ലാഹു ഹാജത്ത് റവയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നമ്മൾക്കുള്ള ആവശ്യം വീട്ടി തരുന്നവനാണ് അല്ലാഹു എന്നൊരു അർത്ഥമാണ് അവർ മനസ്സിലാക്കി തന്നത് എന്ന് മനസ്സിലാക്കണ്ട, എന്ന് കരുതണ്ട. ഈ തരീഖത്തിന്റെ സിൽസിലയുടെ ഏതൊക്കെ താലീമുകളുണ്ടോ ആ താലീമിനെ മുഴുവനും അല്ലാഹു ഹാജത്ത് റവയാണ് എന്ന് പറഞ്ഞ ആ വാക്കിൽ ഉൾക്കൊള്ളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെയ്തത്. बुजुर्गों, हमारे शेख ने हमें क्या इल्म दिया, क्या इल्म दिया? वो इल्म को जरा और फिक्र करो। एक कलिमा ला इलाहा इल्लल्लाह पढ़कर हमें इस्लाम भी बतलाया है। बुजुर्गों, कलिमा वही बतलाया और उसके जरिए ईमान भी बतलाया है। कलिमा पढ़कर उसमें एहसान भी बतलाया है। कलिमा पढ़कर उसी में तक़वा भी हमें बतलाया है। कलिमा पढ़कर उसी में तौहीद भी हमें बतलाया है। कलिमा पढ़कर उसी में कुरान भी हमें बतलाया है। कलिमा पढ़कर उसी में हदीस भी हमें बतलाया है। कलिमा पढ़कर हमें बुखारी भी उसी में बतलाया, मुस्लिम भी उसी में बतलाया, अबू दाऊद भी उसी में बतलाया, इब्न माजा भी उसी में बतलाया, हर वो चीज उसी में बतलाया, बल्कि सारी कायनात को भी उसी में बतलाया, खालिक परवरदिगार को भी उसी में हमें बतलाया है। ബഹുമാനികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ കലിമ ഉച്ചരിച്ചിട്ട് അതിന്റെ അർത്ഥം അല്ലാഹുവാണ് ഹാജത്ത് റവാന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഒരൊറ്റ അർത്ഥത്തിൽ മുഴുവൻ ഇസ്ലാമിനെയും അവർ പഠിപ്പിച്ചു കൊടുത്തു. ഈമാനിനെയും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, ഇഹ്സാനിനെയും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, തഖ്വയെയും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, തൗഹീദിനെയും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു. മൊത്തം ഖുർആൻ അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു. ഹദീസ് മുഴുവനും അതിന്റെ ഉള്ളിൽ അവർ ഉൾക്കൊള്ളിപ്പിച്ചു. ബുഖാരി അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, മുസ്ലിം അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, അബൂ ദാവൂദ് അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു, ഇബ്നു മാജ അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു. എന്ന് തന്നെയല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിൽ ഉൾക്കൊള്ളിപ്പിച്ചു. അള്ളാഹുവിനെയും അതിൽ കാട്ടിത്തന്നു. ഇങ്ങനെ വിശാലമാക്കിക്കൊണ്ടാണ് ആ ഒരൊറ്റ അർത്ഥത്തെ ബഹുമാനപ്പെട്ടവർ നമുക്ക് മനസ്സിലാക്കി തന്നത്. लोग जाहिल लोग, नावाकिफ लोग ये कहते हैं आली कलिमा ला इलाहा इल्लल्लाह है, उसके सिवा कुछ नहीं। सही बात है, उनकी बात गलत नहीं है, 100% दुरुस्त है, क्योंकि हमारे शेख ने हमें यही सिखलाया है। अल्हम्दुलिल्लाह। അറിവില്ലാത്തവര്, കാര്യങ്ങൾ തിരിയാത്തവര് അവർ പറഞ്ഞു ഇവരടുത്ത് വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ, ഒരാവശ്യം വീട്ടെന്നുള്ള അർത്ഥമല്ലാതെ വേറൊന്നുമില്ല, ഇതേ അവരെടുത്തുള്ളൂ. സംഭവം ശരിയാണ്, പറഞ്ഞത് ശരി തന്നെയാണ് പറഞ്ഞത്. നമ്മളെ ശേഖ് നമുക്ക് അവരൊറ്റ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, അതന്നെ നമ്മൾ അടുക്കലുള്ളൂ, വേറൊന്നുമില്ല. देखो आप जरा और फिक्र फरमाइए, हज़रत अली रज़ी अल्लाह तआला अन्हु क्या इरशाद फरमा है? सारा कुरान फातिहा में बंद है और सारी फातिहा सुबह बिस्मिल्लाह में बंद है। बुजुर्गों, बिस्मिल्लाह में अहाता करती है और सारा बिस्मिल्लाह बा में अहाता करता है और पूरी कुरान बा भी, पूरी कुरान भी बा के नुक्ते में मुहीत है, बा के नुक्ते में आती है। अल्लाह ऐसे पीरों से भी निस्बत अता किया है। बुजुर्गों, नुक्ते को खींच दो तो बा हो जाता है, बा को खींच दो तो बिस्मिल्लाह हो जाता है, बिस्मिल्लाह को खींच दो तो वन्नास तक पहुंच जाते हैं आप। बुजुर्गों, समझने की बात है। अल्लाह ताला इसे समझाने वाले पीरों से भी निस्बत अता फरमाया है। ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഴുവൻ ഖുർആനിനെ അല്ലാഹു തആല സൂറ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുഴുവൻ ഖുർആനും ഈ സൂറ ഫാത്തിഹന്റെ ഉള്ളിലുണ്ട്. സൂറ ഫാത്തിഹ മുഴുവനും അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഉള്ളിലുണ്ട്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനും അതിന്റെ ബായിലുണ്ട്. ആ ബാഗ് മുഴുവനും ആ ബാഹിന്റെ പുള്ളിയിലുണ്ട്. ഇങ്ങനെ ആ പുള്ളിയിൽ തന്നെ മുഴുവൻ ഖുർആനിനെയും ഉൾക്കൊള്ളിപ്പിച്ചതായ മശായിഖന്മാരുടെ ബന്ധമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ബാഹിന്റെ പുള്ളിനെ അങ്ങോട്ട് നീട്ടിയാൽ, ആ പുള്ളി നീട്ടിയാൽ അത് ബാഹാവും, ബാഹിനെ നീട്ടിയാൽ ബിസ്മില്ലയാവും, ബിസ്മില്ലയെ നീട്ടിയാൽ ഫാത്തിഹയാവും, ഫാത്തിഹ നീട്ടിയാൽ അൽ ബഖറ മുതൽ വന്നാസ് വരെ എത്തും. ഇത്രമാത്രം വിശാലമായ അറിവിനെ ഈ തുള്ളിയിൽ ഒതുക്കാൻ പറ്റിയ മശായിഖന്മാരുടെ ബന്ധമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. बुजुर्गों, मेरे वालिद अपने दादा से जो हासिल किए, मेरे वालिद का क्या मामला था? हर वक्त ला इलाहा इल्लल्लाह
और ला इलाहा इल्लल्लाह में अक्सर व बेशतर अल्लाह हाजत रवा है, अल्लाह हाजत रवा है। എൻ്റെ ഉപ്പ അവരുടെ വാപ്പ നമ്മുടെ ഉപ്പാപ്പയിൽ നിന്ന് എന്താണ് പഠിച്ചതെങ്കിൽ ഒരൊറ്റ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും അവരുടെ സംസാരത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ എന്ന അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്ന എന്തേ ഉള്ളൂ, അള്ളാഹുവാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതിൽ എല്ലാം ഉൾക്കൊള്ളും. अब लोग क्या कहते हैं, हाली हाजत रवा हाजत रवा हाजत रवा, हाजत रवाई है बुजुर्ग। हाजत रवा कौन? हाजत रवा जो अल्लाह वालों ने हमें बतलाया है, मेरे पीर ने जो बतलाया, अल्लाह हाजत रवा है। कैसा हाजत रवा है? जात को अगर देखे तो वो खुद मौजूद है, जितने हैं सारे मादूम हैं। बुजुर्गों, जो खाद जात में खाइन बखुद है और दूसरों को खाइन करने की सलाहियत रखता है, फिर बतलाइए कैसा वो हमारा हाजत रवा है, कैसा हमारा हाजत रवा है। सिर्फ अनफुस और आफाक की हाजत अल्लाह पूरी नहीं, बल्कि जात को अगर देखे अल्लाह ही मौजूद, उसके सिवा कोई मौजूद नहीं। उसके सिफात को देखे वही कामिल है, उसके सिवा कोई कामिल नहीं। बुजुर्गों, सब के सब नाक़िस। और उसके अफ़आल को देखे क़ुव्वत ज़ाती का रखने वाला वही, मुख्तार वही, सब के सब मजबूर। और आसार में अगर देखे तो अल्लाह मालिक, सारी के सारे ममलूक उसकी मिल्क। बुजुर्गों, खाली हाजत रवा हाजत को पूरा करना नहीं है, हाजत रवा बता के जात तक पहुंचाने वाले पीरों से अल्लाह ने निस्बत अता किया है। ബഹുമാനികളെ, നമ്മൾ പൊതുവെ മനസ്സിലാക്കും ശൈഖുന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ അർത്ഥം ഒരു ഹാജത്ത് റവാം മാത്രം പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അതന്നെയാണ് പഠിപ്പിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹാജത്ത് റവ അള്ളാഹു ആണെന്ന് പറഞ്ഞു. എന്തിൻ്റെ പേരിലാണ് അള്ളാഹു ഹാജത്ത് റവയായതെന്ന് പഠിപ്പിച്ചത് എങ്ങനെയാണ്? അള്ളാഹു ഹാജത്ത് റവയായത് എന്തുകൊണ്ട്, വേറുള്ളവർ എന്തുകൊണ്ട് ഹാജത്ത് റവയായിക്കൂടാ? എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആവശ്യം കൂട്ടുന്നവനായത്? അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമേ സ്വയം നിലനിൽക്കുകയും മറ്റൊന്നിനെ നിലനിർത്തുന്നവയുമുള്ളൂ. അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമേ സ്വയം മൗജൂദുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മഅദൂമാണ് എന്ന് ആ ഹാജത്ത് റവ എന്ന് പറഞ്ഞാൽ തന്നെ അവര് അള്ളാഹുവിൻ്റെ വുജൂദ് വരെയുള്ള കാര്യങ്ങൾ അവർ നമുക്ക് മനസ്സിലാക്കി തന്നു. തന്നെയല്ല, അള്ളാഹു ഹാജത്ത് റവയായത് എന്തുകൊണ്ടാണ്? അവനിൽ മാത്രമേ കാമിലായ സിഫാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നാഖിസാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ സിഫാത്തിന്റെ പഠനം മുഴുവൻ നമുക്ക് നൽകി. അള്ളാഹു തആല എന്തുകൊണ്ടാണ് ഹാജത്ത് റവ? കാരണം അള്ളാഹുവിന് മാത്രമേ സ്വയമായ ഖുവ്വത്തുള്ളൂ, അവൻ മാത്രമേ മുഖ്താറുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മജ്ബൂറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ആലിന്റെ മുഴുവൻ പഠനവും ആ ഒരൊറ്റ ഹാജത്ത് റവ പറഞ്ഞതിൽ തന്നെ അവർ ഉൾപ്പെടുത്തി. അവര് അള്ളാഹു മാത്രമേ ഉടമസ്ഥനുള്ളൂ, ബാക്കി ആരും ഉടമസ്ഥനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസാരിനെയും അതിൽ ഉൾപ്പെടുത്തി. പറയുമ്പോൾ ഹാജത്ത് റവ എന്ന് പറയുന്നുള്ളൂവെങ്കിലും ആ ഒരൊറ്റ പറച്ചിൽ അള്ളാഹുവിന്റെ ദാത്ത് അവന്റെ വുജൂദ് വരെ എത്തിക്കാവുന്ന, അതിൽ വരെ മറ്റൊരാൾ പങ്കാളിയല്ലാത്തത് കൊണ്ടാണ് അവൻ ഹാജത്ത് റവയായിട്ടുള്ളത്. അതല്ലാതെ നമ്മൾക്കുള്ള ചില ചോറുകളും ചായക്കും തന്നുകൊണ്ട് ഹാജത്ത് വിട്ടുള്ള പണിയല്ല അള്ളാഹു ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യന് എന്തൊക്കെ അറിയാമെന്നോ അത് മുഴുവനും ഈ ഹാജത്ത് റവ എന്ന് പറയുന്നതിലുണ്ട് എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തന്നത്. बुजुर्गों, आज हम क्या समझ रहे हैं? इस्तिलाहात को रट लिए, इस्तिलाहात को याद कर लिए तो अल्लाह का इरफान मुझे मिल जाएगा, अल्लाह का हुर मुझे मिल जाएगा, अल्लाह का वस्ल मिल जाएगा। बुजुर्गों, मेरे वारिद इरशाद फरमाते थे, इस्तिलाहात तोते को भी रटाओ तो उन्हें भी बोलता, उन्हें भी बोलता। तुम्हारे बोलने में तोते के बोलने में कोई फर्क नहीं है। इस्तिलाहात तो कोई भी याद कर सकता है, कोई भी बोल सकता है। असल अहमियत की बात यह है फहम देना, हाल और शुगुल देना। इस्तिलाहात बयान करने से अल्लाह की मारिफत हासिल नहीं होती। अल्लाह की मारिफत उसी वक्त बंदे को हासिल होती है जब बंदा खुद में ये तमाम चीजों को पाता है। बंदा जब खुद में तमाम चीजों को पाता है, हाल और शुगुल वाली कैफियत पैदा करता है। बुजुर्गों, क्या मामला है? एक ही बात, एक ही बात, एक ही बात, लेकिन हर वक्त मफहूम अलग, मफहूम अलग। इसमें जितने बैठे हुए हैं सब शाहिद है इस बात के। मेरे वालिद अपनी जिंदगी में एक ही उन्वान कलमे तौहीद पर ही बयान फरमाए और बयान किए सारी जिंदगी 33 साल तक कलमे तौहीद पर बयान किए। आप कोई एक उठ के इसमें से नहीं बोल सकता सरकार कल जो बयान करे परसों भी वही करे। बुजुर्गों, परसों जो करे 2 साल के बाद वही उन्वान बयान किए, वही माना बयान किए। कोई नहीं बोल सकता इसमें खुदा की कसम। जब भी मेरे वालिद अपनी जुबान को खोलते माँ यंतिकु अनिल हवा के मिज़दाक पर
पर फाइज रहने वाले, हर वक्त अल्लाह की तरफ से बुजुर्गों, अल्लाह की जानिब से अपने बंदों की तरफ इल्म आता है, इल्म के फैजान से मालामाल करता है। हर वक्त अल्लाह आपको नई फहम से मालामाल फरमाता है। ബഹുമാനികളെ, പലരും മനസ്സിലാക്കുന്നത് തരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ മശായിഖന്മാരുടെ ഒരുപാട് ഇസ്തിലാഹുകൾ, പദങ്ങൾ, വാക്കുകൾ അതൊക്കെ ഇങ്ങനെ മനഃപ്പാഠമാക്കി വെക്കുക, അത് പറയാൻ സാധിക്കുക, അതിനെ വിശദീകരിക്കുക, ഇതാണ് തരീഖത്ത് എന്ന് പറയുക. അതിനാണ് തരീഖത്തിലെ ഔന്നിത്യം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ബഹുമാനികളെ, എൻ്റെ ഉപ്പ പറയാറുണ്ട്, ഈ ഇസ്തിലാഹുകളൊക്കെ വേണമെങ്കിൽ ഒരു തത്തക്ക് പഠിപ്പിച്ചു കൊടുത്താൽ തത്തയും നമ്മൾ പറയുന്നത് പോലെ തന്നെ പറയും. പിന്നെ നമ്മൾ ഒരു തത്തയും കൂടി യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. ആ ഇസ്തിലാഹുകൾ പറയലോ അതിന്റെ അർത്ഥം പറയലോ അതിന്റെ വിശദീകരിക്കലോ അല്ല മഅരിഫത്ത് എന്ന് പറയുന്നത്. മഅരിഫത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതിന്റെ ഫഹ്ം എന്താണ്, ആ പറഞ്ഞതായ ഫഹ്മിലൂടെ ഏത് ഹാലാണ് തന്നിലുണ്ടായത്, ഈ പറഞ്ഞ ഏത് കാര്യമാണ് തന്റെ ഉള്ളിലിറങ്ങിക്കൊണ്ട് തന്നിൽ തനിക്ക് ദർശിക്കാനും കാണാനും സാധിക്കുന്നത്, അതിനെ യഥാർത്ഥത്തിൽ മഅരിഫത്തിന്റെ വഴിയിലേക്ക് എത്തി എന്ന് പറയുകയുള്ളൂ. ഈ ശൈഖിന്റെ ഈ പദങ്ങളിലൂടെ ശൈഖ് ഏതൊരു ഹാല് തന്റെ മുന്നിലിരിക്കുന്നവരിലേക്ക് പകർത്താൻ ഉദ്ദേശിക്കുന്നു, ആ കാര്യം ഇയാളിലേക്ക് എത്ര പകർന്നു കിട്ടി എന്നതനുസരിച്ചാണ് ശൈഖിൽ നിന്നുള്ള പദവിയും ഇൽമും ഒരാൾ നേടിയെന്ന് പറയുന്നത്. അതല്ലാതെ വാക്കുകൾ കുറെ പഠിച്ചതിനല്ല, ഈ ഇസ്തിലാഹുകൾ കുറെ പഠിച്ചതിനല്ല തരീഖത്തിന്റെ വഴിയിൽ ഔന്നിത്യം നേടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശൈഖ് അഥവാ ഒരൊറ്റ പദം മാത്രമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ പോലും അതിലൂടെ അവര് സഞ്ചരിച്ചതായ സർവ്വ വഴികളും അവർ തന്റെ ഉള്ളിൽ മുമ്പിലുള്ള ആളിലേക്ക് അവര് പകർത്തി കൊടുക്കുകയാണെങ്കിൽ വാക്കിയാൾ ഒന്നേ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ ഈ വഴിയിലുള്ള സർവ്വ ഹാലുകളും അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഉന്നതന്മാരായ മശായിഖന്മാർ നമ്മളെ നയിച്ചിട്ടുള്ളത്. അതല്ലാതെ പൊങ്ങച്ചന്മാരായ ആളുകൾ മനസ്സിലാക്കിയതുപോലെ കുറെ ഇസ്തിലാഹുകൾ ഇങ്ങനെ പറഞ്ഞു, അതിന്റെ അർത്ഥം പറഞ്ഞു, അതിനെ വിശദീകരിച്ചു, അതാണ് തരീഖത്തിലെ സർവ്വതും എന്നുള്ളത് നാം ആരും തന്നെ ഒരിക്കലും ധരിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട ശൈഖുന അവിടെ 32-33 കൊല്ലകാലത്തിനിടയിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോഴൊക്കെ പറയുന്ന അർത്ഥം ഹാജത്തറവ, ഈ ആവശ്യം കൊണ്ടുള്ള അർത്ഥമാണ് പറയുന്നത്. ഇത്രയും ഇരിക്കുന്ന ആളുകൾ മുഴുവൻ സാക്ഷിയാണ്. അവർ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഹാജത്തറവയെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് അവർ പറയുന്നത്, ഇന്ന് പറഞ്ഞതല്ല അവർ നാളെ പറയുന്നത്. ഈ 33 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പറഞ്ഞ ഫലമാണ് മറ്റൊരു സമയത്ത് പറഞ്ഞത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഏതൊരു മഅരിഫത്തിന്റെ ഉന്നതമായ ഫഹ്മുകളുണ്ടോ ഇതേ വാക്കിലൂടെ തന്നെ തന്റെ മുമ്പിലുള്ള ആളുകളിലേക്ക് അവർ പകർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവത്തിൽ ശരിയായ മഅരിഫത്തിന്റെ അവസ്ഥയിലേക്ക് ഒരാൾ എത്തുക, തരീഖത്തിന്റെ വഴി ഒരാൾ ഉന്നതനാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. इस्तिलाहात तो है, शक नहीं है, इनकार नहीं। इस्तिलाहात के लफ्ज बोल लेने से कोई अल्लाह का कुर्ब वसल हासिल नहीं कर सकता। अच्छी बात याद रखना, ज़हन नशीन करना इस बात को। कोई इस्तिलाहात रट लेने से, अल्फाज याद कर लेने से कोई अल्लाह का कुर्ब तक नहीं पहुंच सकता। आप बतलाइए सबसे बड़ी इस्तिलाह, सबसे आला इस्तिलाह कौन सी है? ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह। ബഹുമാനികളെ, ഇസ്തിലാഹിന്റെ ലഫ്ളുകൾ ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഒരാളും തന്നെ അള്ളാഹുവിന്റെ ഖുർബിലേക്കോ സാമീപ്യത്തിലേക്കോ എത്തുകയില്ല. ഈ കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അയലുകാര് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ഇസ്തിലാഹുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ പറഞ്ഞ ലഫ്ളുകളെ കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം പറയുക, അത് വിശദീകരിക്കുക. ഇതിലൂടെ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഖുർബ് കിട്ടുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിലൂടെ ഒരാൾക്കും തന്നെ ഈ ലഫ്ളുകളോ ഇതിന്റെ അർത്ഥം പറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിന്റെ ഖുർബിലേക്കുള്ള ഒരു ഇഞ്ച് പോലും മേലോട്ട് പോകാൻ ഒരാൾക്കും തന്നെ സാധ്യമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മശായിഖന്മാര് അവർ നമുക്ക് പഠിപ്പിച്ച ഇസ്തിലാഹുകളിൽ ഏറ്റവും ഉന്നതമായ ഒരു ഇസ്തിലാഹ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ഇസ്തിലാഹാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്തിലാഹാണ്. देखिए आप, ये इस्तिलाह अल्लाह ने आदम अलैहिस्सलाम पर भी उतारा। നിങ്ങൾ നോക്കി, ഇതേ ഇസ്തിലാഹിനെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ അയച്ചു. ला इलाहा इल्लल्लाह था या कुछ और था? അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു, അല്ല വേറെ വല്ലതുമായിരുന്നോ?
हजरत नूह अलैहिस्सलाम पर उतारा, नूह अलैहिस्सलामिന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ഇറക്കി. मूसा अलैहिस्सलाम पर उतारा, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേലെ ഇറക്കി കൊടുത്തു. हर नबी पर अल्लाह कलिमे बोला ला इलाहा इल्लल्लाह को उतारा. എല്ലാ നബിമാരിലേക്കും ഇറക്കി കൊടുത്തു അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ്. उतारा या नहीं? അയച്ചു കൊടുത്തോ ഇറക്കിയോ ഇല്ലേ? या तब्दील होकर അല്ല മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. उलूहियत बदल रही नहीं है, रिसालत बदल रही है खाली. ഉലൂഹിയത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ മാറ്റമൊന്നുമില്ല, റിസാലത്തിന്റെ പേരിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. वो कलिमा कहाँ तक आ रहा है? मुहम्मदुर रसूलुल्लाह तक. ആ കലിമ ഏതുവരെ എത്തുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹ് വരെ. अब आप बतलाइए, आदम अलैहिस्सलाम पर सेम इस्तिलाह उतरी लेकिन मुकम्मल क्यों नहीं हुई? ഇതേ ഇസ്തിലാഹ് തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ടത്. എന്നിരിക്കെ ആ കാലത്ത് എന്തുകൊണ്ട് ദീന് പൂർണ്ണമാകപ്പെട്ടില്ല? नूह अलैहिस्सलाम पर भी सेम इस्तिलाह को अल्लाह उतारा, दीन क्यों मुकम्मल नहीं हुआ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മേൽ അതേ ഇസ്തിലാഹ് ഇറക്കി, എന്തുകൊണ്ട് ദീന് പൂർണ്ണമായില്ല? 1 लाख से ज्यादा अंबिया आए, हर नबी पर अल्लाह यही कलिमे को नाजिल फरमाया. 1,00,000-ത്തിലപ്പുറം അമ്പിയാക്കൾ വന്നു, അവർക്കൊക്കെ അല്ലാഹു തആല ഇതേ കലിമയാണ് അയച്ചു കൊടുത്തത്. और यही कलिमे की इशाअत के लिए अल्लाह उनको मबूस फरमाया. ഇതേ കലിമയെ പ്രചരിപ്പിക്കാനാണ് അവരെ ലോകത്തേക്ക് അയച്ചത്. फिर जब आखिर में खातिमुन नबिय्यीन मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम जब इस दुनिया में जब तशरीफ लाए, क्या इरशाद फरमाया? ला इलाहा इल्लल्लाह. ഈ 1,00,000-ത്തിലപ്പുറമുള്ള അമ്പിയാക്കളൊക്കെ ലോകത്ത് വന്നുകൊണ്ട് അവരൊക്കെ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. അങ്ങനെ അവസാനം ലോകത്തിലെ മുഴുവൻ അന്ത്യപ്രവാചകരായിക്കൊണ്ട് ഖാതിമുൻ നബിയീനായി മുഹമ്മദുർ റസൂലുള്ളാഹ് അവർ ആഗതരായി അവർ വന്നുകൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. कोई नबी जितने भी अंबिया है, हर नबी बोला हर नबी ने इरशाद फरमाया ला इलाहा इल्लल्लाह, लेकिन मुकम्मल नहीं. रसूलुल्लाह बोल रहे हैं मुकम्मल. എല്ലാ അമ്പിയാക്കളും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പക്ഷെ അന്നൊന്നും ദീൻ അത് പൂർത്തിയായിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പക്ഷെ അവർ പറഞ്ഞപ്പോൾ ദീൻ പൂർത്തിയായി. मालूम क्या हुआ? इस्तिलाह तो एक ही है, मायना तो एक ही है, लेकिन मफहूम अलग 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 है. എന്ത് മനസ്സിലായി? ഇസ്തിലാഹ് എല്ലാവർക്കും ഒന്നാണ്, പദം എല്ലാവർക്കും ഒന്നാണ്, അർത്ഥം പറയുകയാണെങ്കിലും എല്ലാവർക്കും ഒന്നാണ്. പക്ഷേ ഓരോരുത്തർക്കും നൽകപ്പെട്ട ഫഹ്മ് വ്യത്യസ്തമായിട്ടാണ്. आदम अलैहिस्सलाम ने जो फहम बयान किया, अल्लाह ने इरशाद फरमाया वक्त नहीं आया मुकम्मल करने का. नूह अलैहिस्सलाम ने इरशाद फरमाया, अल्लाह ने बोला अभी भी वक्त नहीं. 1 लाख अंबिया आए, अल्लाह ने बोला वक्त नहीं. 1,24,000 1,80,000 अंबिया आए, अल्लाह ने इरशाद फरमाया अब भी नहीं. लेकिन दो आलम के आका ने जब मफहूम बयान किया तो अल्लाह क्या इरशाद फरमा रहा है? अल-यौम अकमलतु लकुम दीनकुम. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം വന്നു, അവർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഹ്മ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു ഇല്ല, ഇതുകൊണ്ട് പൂർത്തിയായിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം വന്നു, അവർ ജനങ്ങൾക്ക് ഫഹ്മ് പറഞ്ഞു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു ഇല്ല, ദീൻ പൂർത്തിയായിട്ടില്ല ഇതുകൊണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഫഹ്മ് കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു ഇല്ല, ദീൻ പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ 1,24,000 അല്ലെങ്കിൽ 1,80,000 വരുന്ന അമ്പിയാക്കളൊക്കെ വന്നു. അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അവരൊക്കെ അവർ ഫഹ്മും കൊടുത്തു, ഇതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു ഇത് പൂർത്തിയായിട്ടില്ല. റസൂലുള്ളാഹി വന്നു, അവരതിന്റെ ഫഹ്മ് പറഞ്ഞു കൊടുത്തു. ഇവിടുന്ന് അല്ലാഹു തആല പറഞ്ഞു അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. बुजुर्गों जरा देखिए, हजरत आदम अलैहिस्सलाम कितने साल मफहूम बयान फरमाए? നിങ്ങൾ ആലോചിച്ചു, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം എത്ര കൊല്ലം അതിന്റെ ഫഹ്മ് പറഞ്ഞു? कितने साल फहम बयान कर रहे हैं? എത്ര കൊല്ലം വരെ ഈ കലിമന്റെ ഫഹ്മ് പറഞ്ഞു? 900 से ज्यादा साल. 90-ലധികം കൊല്ലം. हर नबी आए 100 साल फहम बयान कर रहे हैं. എത്രയോ നബിമാര് വന്നു, അവരൊക്കെ കൊല്ലങ്ങളോളം 100 കണക്കിന് കൊല്ലം ഈ കലിമന്റെ ഫഹ്മ് അതിന്റെ തത്വം അവർ പറഞ്ഞു. लेकिन किसी के फहम को अल्लाह मुकम्मल नहीं किया. പക്ഷെ ആര് പറഞ്ഞ ഫഹ്മിന്റെ പേരിലും ഇത് പൂർണ്ണമായി അല്ലാഹു തആല പറഞ്ഞില്ല. और इधर 23 साल में फहम को अल्लाह मुकम्मल कर रहा है मुहम्मदुर रसूलुल्लाह. എന്നാൽ ഇവിടെയാണെങ്കിൽ 23 വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അല്ലാഹു തആല പറഞ്ഞു ഈ ഫഹ്മ് പറഞ്ഞു ദീൻ പൂർത്തിയായി, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. नबी भी दिया तो ऐसे आका से निस्बत अता किया, और वली भी दिया तो नूरी दिया, और उनका नायब भी दिया तो फिर आरिफ अल्लाह हमको दिया है.
നബിയായി അള്ളാഹുത്ത നൽകിയപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഉന്നതരായ നബിനെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾക്ക് വലിയ നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നൂരിയെ പോലത്തെ ഷെയ്ഖ് ആരിഫിനെ പോലത്തെ മഹാന്മാരെ ബന്ധാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. अल्लाह हमारा हाजत रवा है, इसको बयान करके कुछ इस्तिलाह बयान नहीं करके भी सब कुछ बताने वाले पीर से अल्लाह हमको निस्बत अता किया है. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ വാക്യം ഉച്ചരിച്ചു, അതിന്റെ അള്ളാഹുവാണ് ഹാജത്ത് റവ എന്നുള്ള അർത്ഥം പഠിപ്പിച്ചു കൊടുത്തു. വേറുള്ള ഒരു ഇസ്തിലാഹും പറയാതെ ഏതൊക്കെ ഇസ്തിലാഹിലൂടെ ഉണ്ടാക്കേണ്ട അവസ്ഥകളുണ്ടോ അതൊക്കെ ഇതിലൂടെ ഉണ്ടാക്കി കൊടുത്ത ഒരു ശൈഖിന്റെ ബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ये इस्तिलाह इसकी फहम ये इस्तिलाह इसकी फहम ये इस्तिलाह इसकी फहम ये, ऐसा बयान करने वालों से निस्बत अता नहीं किया, बल्कि ऐसे लोगों से अल्लाह हमें निस्बत अता किया है जो नहीं बोल के भी सारों के फहम दे देते हैं. ഒരു ഇസ്തിലാഹ് പറഞ്ഞു, അതിന്റെ ഫഹം ഇതാണ്. പിന്നെ ഒരു പുതിയ ഇസ്തിലാഹ് പറഞ്ഞു, അതിന്റെ ഫഹം ഇതാണ്. പിന്നെ ഒരു പുതിയ ഇസ്തിലാഹ് പറഞ്ഞു, അതിന്റെ ഫഹം ഇതാണ്. പിന്നെ ഒരു പുതിയ ഇസ്തിലാഹ് പറഞ്ഞു, അതിന്റെ ഫഹം ഇതാണ്. ഇങ്ങനെ ഒരു 100 ഇസ്തിലാഹും അതിന്റെ 100 ഫഹമുകളും പറഞ്ഞ ശൈഖിനല്ല അള്ളാഹു തആല നമ്മളെ ബന്ധപ്പെടുത്തിയത്. ഒരൊറ്റ ഇസ്തിലാഹ്, ആ ഇസ്തിലാഹിൽ തന്നെ ഈ 100 ഫഹമുകളും പറഞ്ഞ ശൈഖിനെ അള്ളാഹു നമുക്ക് നൽകിയത്. बुजुर्गों, हमको नहीं बताकर भी पीर आरिफ ने क्या क्या बतलाया है, क्या क्या बतलाया है. बुजुर्गों, हाजत रवा बयान करके हुइयत को भी बयान कर रहा है, अनियत को भी बयान कर रहा है, ऐनियत को भी बयान किया है. बुजुर्गों, सिर्फ इतना ही नहीं बल्कि अखरबियत को भी बयान किया है, इहातत को भी बयान किया है. बुजुर्गों, शान तशबीह तंजीह को भी बयान किया है, शान तशबीह को भी बयान किया है, शान तशबीह मा तंजीह को भी बयान किया है. बुजुर्गों, ऐनियत को भी बयान किया है, गैरियत को भी बयान किया है, खदर को भी बयान किया है, सिर्र खदर को भी बयान किया है, सिर्र खदर को भी बयान किया है, तजद्दुद अमसाल को भी बयान किया है. क्या बोलकर? अल्लाह हाजत रवा है. ബഹുമാനികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം അള്ളാഹു ഹാജത്ത് റവയാണെന്ന് പറഞ്ഞു. ആ ഒന്നും പറയാതെ ഈ ഹാജത്ത് റവ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തരീഖത്തിന്റെ തസവൂഫിന്റെ വഴിയിൽ ഔന്നിത്യത്തിലേക്ക് എത്താവുന്ന ഏതൊക്കെ ഇസ്തിലാഹുകളുണ്ടോ ഒന്നും പറയാതെ സർവ്വതും എത്തിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ബഹുമാനപ്പെട്ടവർ നമ്മളിൽ കാഴ്ചവെച്ചത്. ബഹുമാനപ്പെട്ടവർ വെറും അള്ളാഹു ഹാജത്ത് റവയാണ് എന്ന് പറഞ്ഞ ആ ഹാജത്ത് റവയിൽ തന്നെ അവർ ഹുവിയ്യത്ത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരൊറ്റ ഹാജത്ത് റവയിൽ തന്നെ അള്ളാഹുവിന്റെ അനിയ്യത്തിന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ ഇഹാത്തത്ത്, അള്ളാഹുവിന്റെ അഹരിയത്ത്, ഐനിയത്ത്, ഗൈരിയത്ത്, തശ്ബീഹ്, തൻസീഹ്, ഷാന തശ്ബീഹ്, ഷാന തൻസീഹ്, ഷാന തശ്ബീഹ് മഅ തൻസീഹ്, ഖദർ, സിർറ ഖദർ, സിർറ ഖദർ, ഇങ്ങനെ വന്നിട്ട് തജദ്ദുദ അംസാൽ ഖദറൊക്കെ കിട്ടുന്നില്ല. അത് മുഴുവനും ഈ ഒരൊറ്റ അള്ളാഹു ഹാജത്ത് റവയാണ് എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ചെയ്തത്. बुजुर्गों और दोस्तों, आगे अगर कुछ बढ़े तो मेरे वालिद सबको मालूम है, तवज्जो बहक. അതിനപ്പുറം എന്തെങ്കിലും പറയാൻ ശൈഖുന ഉദ്ദേശിക്കാണ്. ശൈഖുന പറയും തവജ്ജുഹ് ബഹഖ്. ऐसा है या नहीं है? അങ്ങനെയായിരുന്നു അല്ലേ? आप सब शाहिद है, अल्हम्दुलिल्लाह. നമ്മളൊക്കെ അതിന്റെ സാക്ഷികളാണ്. आली तवज्जो बहक करके नफा व नुकसान की तरफ सिर्फ अल्लाह की तरफ मुतवज्जे, ऐसा नहीं. बुजुर्गों, ये भी हमें बतलाया, बल्कि तवज्जो बहक बता के तवज्जो बआसार हक भी बतला दिया, तवज्जो बअफ़ाल हक भी बतला दिया, तवज्जो बसिफ़ात हक भी बतला दिया, तवज्जो बज़ात हक भी बतला दिया. अब आप बतलाइए, जो बंदा तवज्जो बज़ात हक में है वो कौन से तौहीद के मुकाम पर फायद नहीं है, कौन से तौहीद के मुकाम पर फायद नहीं है. ऐसे पीरों से हमने निस्बत अता किया है. दीन को, तरीकत को, तसव्वुफ को मुश्किल करके बतलाने वाले पीरों से निस्बत नहीं दिया, बल्कि दीन को भी अल्लाह के हबीब ने आसान किया तो पीर आरिफ ने भी शरीयत तरीकत को आसान फरमाया. ബഹുമാനികളെ, ഈ തവജ്ജുഹ് ബഹഖ് ഇത് പറഞ്ഞതിന് ശേഷം തവജ്ജുഹ് ബഹഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നാഫിയാണ്, അല്ലാഹു ആറാണ്, ഉപകാരം ഉപദ്രവം ചെയ്യുന്ന അള്ളാഹു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൽബുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രമേ മുന്നിടാൻ പറ്റുള്ളൂ എന്നൊരു തവജ്ജുഹ് അല്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. തവജ്ജുഹ് ബഹഖ് എന്ന് പറഞ്ഞിട്ട് തവജ്ജുഹ് ആസാർ ഹഖ്, തവജ്ജുഹ് അഫ്ആൽ ഹഖ്, തവജ്ജുഹ് സിഫാത്ത് ഹഖ്, തവജ്ജുഹ് ബദാത്ത് ഹഖ്. അപ്പൊ നിങ്ങൾ നോക്കി, ഒരാള് തവജ്ജുഹ് ബഹഖില് തവജ്ജുഹ് ബദാത്ത് ഹഖ് വരെ ഉള്ള ഒരു അവസ്ഥ ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ അയാൾക്ക് കിട്ടാത്ത ഏത് തൗഹീദാണ് ബാക്കി ഉണ്ടാകുക?
ഏത് തൗഹീദുണ്ടോ ആ തൗഹീദിന്റെ മുഴുവൻ മേഖലയും കീഴ്പ്പെടുത്താൻ പറ്റിയതായ ഒരൊറ്റ പ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് അതിലൂടെ മുഴുവൻ വിഷയങ്ങളിലേക്കും സെയർ ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് ബഹുമാനപ്പെട്ട പീർ ആരിഫ് റഹ്മത്തുള്ളാഹി അലൈഹി കാഴ്ചവെച്ചിട്ടുള്ളത്. ബഹുമാനികളെ, ഒരുപാട് ഇസ്തിലാഹുകളും അതിന്റെ ഫഹമും അതിന്റെ ശുഭലൊക്കെ കൊണ്ട് പറഞ്ഞിട്ട് ആളുകളെ മേലെ തെരീക്കത്ത് ദഹിപ്പിക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ഒരു സാധനമാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു ശൈഖിനല്ല അള്ളാഹു നമ്മൾക്ക് കാട്ടിത്തന്നത്. മറിച്ച് ഈ തെരീക്കത്തിന്റെ മുഴുവൻ ഫഹമും അതിന്റെ ഹാലും വളരെ ലളിതമായ നിലയ്ക്ക് എളുപ്പത്തിൽ ഒരാൾക്ക് പ്രാപിക്കാം. തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായ വേറെ സംഗതിയില്ല. ഇന്ന നിലക്ക് തെരീക്കത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്. എപ്രകാരം അള്ളാഹു തന്നെ ദീൻ എളുപ്പമാക്കിയോ എന്ന് പറഞ്ഞതുപോലെ ദീൻ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ടവർ തെരീക്കത്തിനെ നമ്മൾക്ക് എളുപ്പമാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. बुजुर्गों और दोस्तों, जरा गौर और फिक्र फरमाइए, अल्लाह ताला हम पर कितना बड़ा करम किया है। मैं जो बयान कर रहा हूँ ये आप लोगों को समझ में आ रहा है या नहीं? അള്ളാഹു തന്നെ നമുക്ക് ചെയ്ത ഫضل എത്രയാണെന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? समझ में नहीं आ रहा है तब भी अपने अंदर देखो और ज़रा बाहर देखो, मालूम हो जाएगा कि पीर आरिफ और पीर नूरी का फैज़ान कैसा हमारे साथ जुटा हुआ है. മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് ഉള്ളുക്കും പിന്നെ പുറത്തൊക്കെ നോക്കി ആരിഫ് സർക്കാർ എങ്ങനെയാണ് ഫൈലാൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത്. हम अगर अपने अंदर देखते हैं वही पुरानी सूरत हमें याद आती है. हम अपने बाहर देखते हैं वही पुरानी सूरत हमें याद आती है. क्या करम नवाजियां हैं इनके. बुजुर्गों, अल्लाह ने कैसा करम नवाजियां किया है इनके जरिए हमारे ऊपर. चलते चलते जब वो जमीन पर जब एक कागज देखे उसको उठा कर अतर लगाकर उस पे एक आयत लिख दिए और क्या हुआ, वह पेपर का मुकाम जब तक जमीन पर पड़ा हुआ था कोई खबर नहीं थी. जब अतर लगाया गया एक आयत उस पर लिख दी गई, क्या हो गया, लोगों की आंखों की ठंडक बन गई. आंखों की ठंडक बनाने वाले, अल्लाह के पास महबूब बनाने वाले, बुजुर्गों अल्लाह के पास मुकर्रब बंदे बनाने वाले पीरों से अल्लाह ने निस्बत अता किया है. पीरों से निस्बत अता किया है. भी शायर ने क्या खूब कहा, नात शरीफ हम सुने, क्या शायर ने क्या खूब तक कहा, जब तक बिके न थे तो कोई पूछता न था. जब तक बिके न थे तो कोई पूछता न था. ऐ पीर नूरी, ऐ पीर आरिफ, तुमने खरीद कर हम गुनहगारों को अनमोल कर दिया. ബഹുമാനികളെ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വന്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ പഴയ കോലം തന്നെ നമ്മൾ കാണുള്ളൂ. പുറത്തേക്ക് നോക്കിയാലും നമ്മൾ ആ പഴയ കോലം തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുമായുള്ള ബന്ധം കിട്ടിയതിന് ശേഷം അള്ളാഹു തആല അതിൽ വരുത്തിയതായ പരിവർത്തനം ഏതൊരു ഉന്നതിയിലേക്കാണ് നമ്മളെ എത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. അത്രമാത്രം ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവർ നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. ബഹുമാനികളെ, നിങ്ങൾ ആലോചിക്കണം, അഥവാ നിലത്ത് മണ്ണിൽ കിടക്കുന്ന ഒരു കടലാസ് അത് കാറ്റത്ത് പാറിക്കടിച്ച് ആളുകളുടെ കാലിന് ചവിട്ടിൽ വന്നുകൊണ്ടുള്ള ഒരു കടലാസാണ്. അത് ഏതെങ്കിലും ഒരാളുടെ കണ്ണിന് പെട്ടു, അയാൾ ആ കടലാസ് എടുത്തത് വൃത്തിയാക്കി അതിൽ കുറച്ച് അത്തറൊക്കെ തേച്ച് പിന്നെ അതിൽ ഏതെങ്കിലും ഖുർആനിൽ ഒരു ആയത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു സാധാരണ നിലത്തിട്ട് ചവിട്ടാവുന്ന നിലക്കുള്ള അല്ലെങ്കിൽ കാറ്റിൽ പാറാവുന്ന ഒരു കടലാസ് കഷ്ണമല്ലാതെ അത് കടലാസ് സംഭവം കടലാസ് തന്നെയാണ്. പക്ഷെ അത് വൃത്തിയാക്കി കുറച്ച് അത്തറൊക്കെ പൂശി അതിൽ ആയത്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ അത് ആര് കാണുകയാണെങ്കിൽ അവരെ കണ്ണിനെടുത്ത് മുട്ടുന്ന കണ്ണിന്റെ തണുപ്പാക്കി മാറ്റുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. എന്നതുപോലെ ആളുകളുടെ കാലിന്റെ ചവിട്ടിന് തട്ടുന്ന സാധനമായിരുന്നവരെ ഉയർത്തി അതിൽ എന്തൊക്കെ മശായിഖന്മാർ വൃത്തിയാക്കിയിട്ട് എഴുതിയപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന മശായിഖന്മാരുടെ കണ്ണിനെ കുളിർമയാകുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏത് സാധനത്തിനെയാണ്, എങ്ങനെയാണ് ഈ ഉയർന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഒരു കവി പറഞ്ഞത് നമ്മൾ നേരത്തെ പാടിയത് കേൾക്കുകയുണ്ടായി, ജബ് തക് ബികാന താ കോയി പൂച്ച്താന താ. ഈ ശൈഖിന്റെ കയ്യിൽ വിൽക്കപ്പെടുന്നത് വരെ, അവരെ എന്നെ വില കൊടുത്ത് വാങ്ങുന്നത് വരെ എന്നെ കുറിച്ച് ചോദിക്കുന്ന ഒരാളുണ്ടായി. എനിക്ക് ആർക്കും എന്നെ വേണ്ടിയിരുന്നില്ല. ഒരാൾക്കും വേണ്ടാത്തൊരു സാധനത്തെയാണ് ശൈഖ് പൈസ കൊടുത്ത് വാങ്ങിയത്. വാങ്ങിയിട്ട് അവരെ എന്താക്കി മാറ്റി ഈ സാധനത്തെ. ഷെയ്ഖ് നൂരി അവരുകളെ, ആരിഫ് അവരുകളെ, നിങ്ങളതിനെ വിലക്ക് വാങ്ങിയിട്ട് അൻമോൽ കരുതിയ
എന്ന് പറഞ്ഞാൽ ഇനി ഒരു വില കൊടുത്താലും കിട്ടൂല, വില മതിക്കാനാവാത്ത മുത്താക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ പരിവർത്തനപ്പെടുത്തിയവരാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാർ. बुजुर्गों, हम अपने अंदर जरा नजर डाल के देखना, आज क्या हमारा ईमान है, क्या हमारा अकीदा है, आज हमारा क्या ईमान क्या अकीदा है। जब हम कोई अपने अंदर नजर डाल के देखते हैं, एक इत्मीनान होता है, अल्लाह मेरा हाजत रवा है, अल्लाह मेरा हाजत रवा है। यही असर है फैज़ान नूरी व फैज़ान आरिफ का। अल्लाह ताला हम सबों को इत्मीनान में इजाफा फरमाए। ഇന്ന് നമ്മുടെ അവസ്ഥ, ഇന്ന് നാം നമ്മുടെ ഉള്ളിലേക്കൊന്ന് കണ്ണു ചിമ്പിക്കൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുക, അള്ളാഹുവാണ് എൻ്റെ ആവശ്യം വീട്ടി തരുന്നവൻ, അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടി തരുന്നവനാണ് എന്നുള്ളൊരു സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അള്ളാഹു എൻ്റെ ഹാജത്ത് റവയാണ് എന്നുള്ള ഈ സമാധാനം നമ്മളോട് ലഭ്യമായത് ഏതോ അത് തന്നെയാണ് സംഭവത്തിലെ ബഹുമാനപ്പെട്ട ശൈഖ് നൂരിയുടെ ശൈഖ് ആരിഫ് റഹ്മത്തുള്ളാഹി അലൈഹിമ ഈ മഹാന്മാരുടെ ഫൈദാൻ എന്ന് പറയുന്നത്. अब जरा गौर करिए, अल्लाह कैसे हमारी हाजतों को पूरा कर रहा है। अनफुस वाफा, दो भी सूरतों से अल्लाह हमारी हाजतों को पूरा कर रहा है। അള്ളാഹു തന്നെ നമ്മളെ ആവശ്യങ്ങളെ വീട്ടുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി, നമ്മളെ അൻഫുസിയായ ആവശ്യങ്ങളെയും അള്ളാഹു വീട്ടിത്തരുന്നു, ആഫാഖിന് പുറത്തുള്ള ആവശ്യങ്ങളെയും അള്ളാഹു തല വീട്ടിത്തരുന്നു. जरा देखे पीरों के एहसानात क्या क्या है। ये अनफुस आफाक में जात तक पहुंचाने वाले पीरों से निस्बत अल्लाह हमें दिया है। ബഹുമാനികളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹാജത്ത് റവ എന്ന് പറഞ്ഞു, ഹാജത്ത് റവ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അൻഫുസി ആഫാഖി എന്നുള്ള ഹാജത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഹാജത്ത് റവ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ദാത്തിനെ വരെ എത്തിക്കുന്ന വിശദീകരണമാണ് മശായിഖന്മാർ നൽകിയത്. അങ്ങനത്തെ ശൈഖന്മാരുടെ ബന്ധാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. अभी तक हमारा यही था, अनफुस में हाजतें ये है, आफाक में ये है, अल्लाह मेरी पूरी कर रहा है। നമ്മൾ ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ, അൻഫുസിലുള്ള ഹാജത്ത് ഇതാണ്, ആഫാഖിലുള്ള ഹാജത്ത് ഇതാണ്, നമുക്ക് രണ്ട് ഹാജത്തുണ്ട്, ഇതൊക്കെ അള്ളാഹുവാണ് വീട്ടിൽ തരുന്നത്, ഇങ്ങനെ നമ്മൾ അറിയുള്ളൂ. इतनी दूरी, लेकिन बातों बातों में ये भी बात मेरा पीर मुझे हमें बता दिया, अरे इतना ही नहीं बल्कि जो हाजत रवाई कर रहा है वो कोई दूर नहीं, वो कोई बईद नहीं, वो इतने करीब है, करीब ही नहीं बल्कि तेरा अखरब है, वो अखरब है, नहनु अखरब। देखो अल्लाह कितना करीब है हमसे, कितना अखरब है, हम उसको बयान भी नहीं कर सकते। अल्लाह अनफुस और आफाक की हाजतों में हमारे पीरों के जरिए हमको ये असरार खोल कर बतला रहा है। ബഹുമാനികളെ, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എൻ്റെ ആവശ്യം വീട്ടിത്തരുന്നവൻ അള്ളാഹുവാണ്, അതുകൊണ്ട് എനിക്ക് ബേജാറാകാനില്ല എന്നൊരു സമാധാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ആ മശായിഖന്മാർ ആ ഹാജത്ത് റവയെ വിശദീകരിച്ചുകൊണ്ട് വർത്താനത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പറഞ്ഞ് അവർ നമ്മളെ ഏതുവരെ എത്തിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ അഡ്രസ്സിലേക്ക് വരെ എത്തിച്ചുകൊണ്ട് അവൻ്റെ ദാത്തിനെ നമ്മളെ ഉള്ളിൽ തന്നെ എത്തിക്കാവുന്ന, നമ്മളോട് അടുത്ത് എന്നല്ല, നമ്മളോട് ഏറ്റവും അടുത്ത്, അഖറബ്, നഹ്നു അഖറബ്, നാമാണ് ഏറ്റവും അടുത്തവർ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തതായ സാമീപ്യത്തെ തൻ്റെ ഉള്ളിൽ എത്തിക്കാവുന്ന വിശദീകരണമാണ് അള്ളാഹുവിൻ്റെ അഹിലുകാർ വെറും ഒരു ഹാജത്ത് റവയെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. अनफुस आफाक की हाजतों के जरिए आसार हमको बतला दिया, आफाक की हाजतों के जरिए आसार हमको बतला दिया हमारे पीर ने। अनफुस की हाजतों पर जब जाते हैं, क़ुव्वत के हिसाब से हमारे को अफ़आल हमें बतला दिया हमारे पीर ने, और जो सिफात है उसके अलावा सिफात को हमको बतला दिया हमारे पीर ने। सिर्फ इतना ही नहीं बल्कि जब हयात की जब बारी आई तो ज़ात तक पहुंचा दिया हमारे पीर ने। अल्लाह हमको ऐसे पीर से निस्बत अता फरमाया है। ബഹുമാനികളെ, അള്ളാഹു തആല ഹാജത്ത് റവയാണെന്ന് പറഞ്ഞു. ഈ ഹാജത്ത് റവ നമ്മളെ ആഫാഖിയായ ഹാജത്തിന് അള്ളാഹുവാണ് വീട്ടിൽ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഏതൊക്കെ ആസാറുണ്ടോ ആ ആസാറിന്റെ മുഴുവൻ പഠനവും ഈ ഒരൊറ്റ ആഫാഖിയായ ഹാജത്തിലൂടെ മശായിഖന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നു. അതിനുശേഷം അൻഫുസിയായ ഹാജത്തിനെ പറഞ്ഞപ്പോൾ ആ അൻഫുസിയായ ഹാജത്തുകൾ ഏതൊക്കെയെന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുവ്വത്തിനെ ഖുദ്റത്തിനെ പറഞ്ഞുകൊണ്ട് അതിലൂടെ തന്നെ അള്ളാഹുവിന്റെ അഫ്ആലിന്റെ മുഴുവൻ പഠനവും അള്ളാഹു സംഭവത്തിന് നമുക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ ആ ഖുദ്റത്ത് കൂടാതെയുള്ള ബാക്കിയുള്ള സിഫാത്തുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഏതൊക്കെ സിഫാത്തുകളുണ്ടോ ആ സിഫാത്തുകളുടെ മുഴുവൻ പഠനവും അതിന്റെ സഞ്ചാരവും ഈ ഒരൊറ്റ ബാക്കിയുള്ള സിഫത്തുകളിലൂടെ അവർ നമുക്ക് പൂർണ്ണമാക്കി തന്നു. പിന്നെ അള്ളാഹുവിന്റെ ഹയാത്ത് എന്നുള്ള ആ സിഫത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദാത്തിലേക്ക് എത്തുന്നത് വരെയുള്ള അഡ്രസ്സാണ് ആ ഒരൊറ്റ ഹയാത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് നമുക്ക് നൽകിയിട്ടുള്ളത്.
ഇങ്ങനെ ഒരൊറ്റ ഈ ഹാജത്തുറവയിലൂടെ തന്നെ ആസാറും അഫ്ആലും സിഫാത്തും ദാത്തും മുഴുവൻ മനസ്സിലാക്കി തരുന്ന ഒരു പഠനമാണ് അവർ ഇതിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാണ്. अनफुस की हाजत हयात बोलकर जात तक पहुंचाने वाले पीरों से, वजूद तक पहुंचाने वाले पीरों से अल्लाह हमको निस्बत अता किया है. हमारे जहन उतना नहीं जाता. अनफुस क्या हयात इल्म इरादा खुदरत समात बसारत कलाम खत्म, लेकिन हयात बोलकर हमारे पीरों ने वजूद तक पहुंचाया, वजूद ज़ाती तक हमें पहुंचाया. वजूद किसे कहते हैं? हस्त, हैपन, हयात. हस्त को हैपन को नहीं समझे. यहाँ पर अल्लाह वाले हमको हयात के जरिए वजूद तक पहुंचाने वाले पीरों से निस्बत दिए हैं. अल्लाह हमें निस्बत दिया है. ബഹുമാനികളെ, നമ്മള് അള്ളാഹു ഹാജത്തുറവയാണെന്ന് പറഞ്ഞപ്പോഴേ അള്ളാഹു തആല ആഫാഖിയായ ഹാജത്ത് വീട്ടിത്തരും, അള്ളാഹു അൻഫുസിയായ ഹാജത്ത് വീട്ടിത്തരും, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരൊറ്റ അൻഫുസിയായ ഹാജത്തിനെ അവർ വിശദീകരിച്ചുകൊണ്ട് അതിൽ തന്നെ മുഴുവൻ ആസാറിന്റെ പഠനവും അതോടൊപ്പം മുഴുവൻ അഫ്ആലിന്റെ പഠനവും എന്നല്ല, ആ ഒരൊറ്റ അൻഫുസിയായ ഹാജത്തിലൂടെ വുജൂദ് ദാത്തിന്റെ പഠനം വരെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു ആസാറാണ് പൊതുവെ ഹാജത്തുറവ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാറുള്ളത് ആളുകൾ. പക്ഷേ നമ്മുടെ മശായിഖന്മാർ അവർ ആ ഒരൊറ്റ ഹാജത്തുറവനെ പറഞ്ഞുകൊണ്ട് ദാത്തിനെയും വുജൂദിനെയും ചർച്ച വരെ നമ്മളെ എത്തിച്ചിരിക്കുകയാണ് സംഭവത്തിൽ. നിങ്ങൾ നോക്കി, ഈ സിഫാത്ത് പറഞ്ഞുകൊണ്ട് അതിലെ ഒന്നാമത്തെ സിഫാത്തായ ഹയാത്ത്. ഈ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹയാത്ത് അതിന് നമ്മൾ വിശദീകരിച്ച മഹാന്മാര് അള്ളാഹുവിന്റെ ദാത്ത്, ആ ദാത്തിന്റെ പർത്തമാണ് വുജൂദ് എന്ന് പറയുന്നത്. വുജൂദ് എന്ന് പറഞ്ഞാൽ അത് ഹസ്ത് ഹൈപ്പൻ ആണ് പറയാം. ഈ ഹസ്ത് ഹൈപ്പൻ എന്താ നമുക്ക് തിരിഞ്ഞില്ല. അപ്പൊ അവിടെ മനസ്സിലാക്കി അറിയപ്പെടുന്നത് ഹയാത്തിനാണ് പറയാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഹയാത്ത് പറഞ്ഞ് എവിടേക്കാണ് എത്തിയത്? ദാത്തിലേക്കാണ് എത്തിയത്. ഇങ്ങനെ ഒരൊറ്റ ഹയാത്തിന്റെ പഠനത്തിലൂടെ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് വരെ എത്താവുന്ന, അതിന്റെ ദാത്തിനെ പ്രാപിക്കാവുന്ന ഉന്നതമായ പഠനങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു ശൈഖാണ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. बुजुर्गों, हम अपनी किस्मतों पे नाज करना, इतनी आसानी से शरीयत और तरीक़त को बयान करने वाले पीरां इस दुनिया में अब नहीं हैं. अल्लाह ऐसे पीरों से हमें निस्बत अता किया है, ऐसे पीरों से, ऐसे शयूख से अल्लाह हमें निस्बत दिया है. अल्हम्दुलिल्लाह, हमारी खानखा बुजुर्गों फूका फूकी या कोई और चीज़ के लिए हमारी खानखा नहीं है. बुजुर्गों, हमारी खानखा का मामला ये नहीं है कि दरगाह पे बैठ के लोग आए चादर सिर पे उड़ा के पैसे लूटना, ये हमारे खानखा का काम नहीं है. बल्कि हमारी खानखा हसब नसब पर जाम नहीं करती, बल्कि हमारी खानखा का नाज, हमारे खानखा का तुर्रा इम्तियाज, हसब नसब अपनी जगह है, लेकिन उससे कहीं ज्यादा नाज, उससे कहीं ज्यादा तुर्रा इम्तियाज है इल्म. इल्म, अल्लाह हमको इल्म वाली खानखा से नवाजा है. इल्म वाली खानखा से अल्लाह हमें मालामाल, बुजुर्गों, ये नेमत अता किया है, मालामाल किया है. हम भी इल्म हासिल करने की कोशिश करना. इल्म हासिल करो, इल्म हासिल करो. ये इल्म अगर हम हासिल नहीं करेंगे, याद रखना बुजुर्गों, हम मुरीद तो है लेकिन हम अपने मुराद तक हम नहीं पहुंच सकते. अल्लाह हम सबों हकीकी मुराद तक पहुंचने वाले मुरीदों की फहरिस्त में शामिल फरमाए. ബഹുമാനികളെ, ശരീഅത്തിനെയും തരീഖത്തിനെയും ഇത്രയും എളുപ്പമായ രീതിയിൽ ജനങ്ങളിലേക്ക് പകർത്തിക്കൊടുത്ത ഒരു ഖാൻഖാഹോ ഒരു ശൈഖിനെയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രമാത്രം ഉന്നതമായ നിലവാരത്തിൽ വളരെ ചെറിയതായ എളുപ്പമുള്ള ഭാഷയിലൂടെ അള്ളാഹുമായുള്ള ബന്ധവും അടുപ്പവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ശക്തമായ നിലയിൽ ശരീഅത്തിൽ ഉറച്ചു നിൽക്കാവുന്ന ഒരു പഠനം, അങ്ങനത്തെ ഒരു അവസ്ഥ തൻ്റെ ശിഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതി ബഹുമാനികളെ ദൂരം വരെ നോക്കിയാലും മശായിഖന്മാരിലോ തരീഖത്തിലോ നമുക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനത്തെ ഉന്നതമായ ഒരു ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരു കാര്യം വളരെ നന്നായി മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ഈ ഖാൻഖാഹ് ഊത്തും മന്ത്രത്തിന്റെ ഖാൻഖാഹല്ല, കുറെ ചെല്ലിപ്പറച്ചിലുകൾ നടത്താനുള്ള ഖാൻഖാഹല്ല, അതിലായിട്ട് ജനങ്ങളെ വ്യാപൃതരാക്കുന്ന ഖാൻഖാഹല്ല. ഷെയ്ഖിന്റെ ദർഗയിൽ ഇരുന്നിട്ട് വരുന്നവരുടെയൊക്കെ തലയിൽ ഷെയ്ഖിന്റെ പുതപ്പെടുത്ത് മൂടിയിട്ട് അവരെ കീശിലുള്ള കാഴ്ച മുഴുവൻ വാരാനുള്ള ഒരു മാർഗമായി സ്വീകരിക്കുന്ന തരീഖത്തല്ല നമ്മുടെ മശായിഖന്മാർ. നമ്മുടെ ഖാൻഖാഹ്, നമ്മുടെ ഖാൻഖാഹ് നമ്മളെ പദവിയോ സ്ഥാനമോ കുടുംബപരമ്പരമായിട്ടുള്ള തറവാടിത്തമോ മഹത്വമോ പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന ഒരു ഖാൻഖാഹ് അല്ല അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. കുടുംബവും പരമ്പരയും അതിന്റെ മഹത്വമൊക്കെ അതിന്റെ സ്ഥാനത്തുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഖാൻഖാഹുമായിട്ടല്ല
അല്ലാഹു തആല നമ്മളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു തആല യഥാർത്ഥ ഇൽമിയായ വിജ്ഞാനം കൊണ്ട് സമ്പന്നമായ ഒരു ഖാൻഖാഹുമായുള്ള ബന്ധമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഖാൻഖാഹുമായി ബന്ധം സ്ഥാപിച്ച ഓരോരുത്തരും ഈ മശായിഖന്മാർ പകർന്നു തന്ന ഈ തരീഖത്തും ശരീഅത്തും പൂർണ്ണമാകുന്ന ഉറച്ചു നിൽക്കുന്ന ഈ ഇൽമേതോ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഇൽമ് നമ്മൾ നേടുകയും അതിന്റെ അവസ്ഥ നാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുകയും ചെയ്തെങ്കിലേ നമ്മൾ മുരീദാവുകയുള്ളൂ. എങ്ങനത്തെ മുരീദ്? മുറാദിലേക്ക് എത്തിയതായ മുരീദായി മാറുകയുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്തിയതായ മുരീദായി മാറുകയുള്ളൂ. അല്ലാഹു തആല ലക്ഷ്യത്തിലേക്ക് മുറാദിലേക്ക് എത്തിയതായ മുരീദന്മാരായി മാറാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. बुजुर्गों, आज हसब नसब पर हमारे को बहुत जाम, हसब नसब पर बहुत जाम, मैं ये मैं वो, मैं उनकी औलाद, मैं इनकी औलाद। बहुत अच्छा है, अल्लाह मुबारक करे, अल्लाह मुबारक करे, कोई निकार नहीं है इसका, और जाम आपका अल्लाह बड़ा है। लेकिन एक बात याद रखिए अजीज दोस्तों, आज हम जिसकी याद में अल्लाह हमको जमा किया है, पीर नूरी, पीर नूरी, क्या मामला है? हसब नसब क्या है? मोहम्मद रसूलुल्लाह की औलाद है, इससे बड़ा कोई और नसब नहीं। बुजुर्गों, और किसकी औलाद है? गौसुल आजम की औलाद, गौसुल आजम की औलाद है। अरे नाना है तो मोहम्मद रसूलुल्लाह, दादा जिसके है गौसुल आजम। बुजुर्गों, ऐसी नसब के हसब नसब के रखने वाले गैर सैयद की सोहबत में जाकर क्यों सोहबत अख्तियार की? गैर सैयद की सोहबत क्यों अख्तियार की? बुजुर्गों, गैर सैयद के जूतियों को उठाना शर्फ समझे अपना। बुजुर्गों, उनकी सोहबत अख्तियार किए, बुजुर्गों उनकी खिदमत किए, बुजुर्गों अल्लाह की रजा के लिए, अल्लाह के तलब के लिए, अल्लाह के हुसूल के लिए, अल्लाह के वसल के लिए, अल्लाह के खुर्ब के लिए गैर सैयद की गुलामी अख्तियार करना पसंद किए थे। हसब नसब पे नाज रहता तो गुलामी कोई जरूरी नहीं थी। अपने हसब नसब को बयान करके सिलसिले को आगे बढ़ा सकते थे, आपके सिलसिले को आगे बढ़ा सकते थे। अल्हम्दुलिल्लाह इसे पीरों से भी निस्बत नहीं दिया है, बल्कि अल्लाह हमको ऐसे सिलसिले से निस्बत अता किया है जो इल्म का सिलसिला है, इल्म का सिलसिला है। मेरे वालिद का भी मामला देखिए, अभी दिन हमेशा इरशाद फरमाते थे, मियाँ अपने आप को मैं इसकी औलाद, मैं इसकी औलाद, हम ये नहीं समझना। अभी दिन हमेशा एक शेर इरशाद फरमाते, जमाना ना पूछेगा हसब को नसब को, मगर वस्फ जाती का डंका बजेगा। खुद को बनाओ, खुद को बनाओ। जब खुद को बना के मैदान में उतरेंगे इंशाअल्लाह अल्लाह ताला हम सबों को भी उनके वैसा बनकर जिंदगी गुजारने की तौफीक अता फरमाएगा। ഇന്ന് നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ തറവാടിത്തത്തിന്റെ പേരിലൊക്കെ വലിയ അഭിമാനമാണ്, വലിയ അഹംഭാവമാണ്. ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന ശ്രേഷ്ഠതയുള്ള ആളാണ്, ഇത്രയും മഹത്വമുള്ള തറവാട്ടിൽ പറഞ്ഞ ആളാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആളായിക്കോളെ, എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ മഹത്വം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബവും തറവാടും പറഞ്ഞുകൊണ്ടൊക്കെ അഭിമാനിക്കുന്ന പലരും നമ്മളിലുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കുടുംബത്തിലും തറവാട്ടിനെ പറ്റി എത്ര വേണമെങ്കിലും അഭിമാനിച്ചോളി, അഹംഭാവം കാണിച്ചോളി. അല്ലാഹു തആല ഇനിയും അതിൽ അഹംഭാവവും നിങ്ങളെ ഫഖറൊക്കെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ, അതിലൊന്നും ചർച്ചയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു മഹാനവറുകളുടെ ഓർമ്മയിലാണോ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതെങ്കിൽ അവർക്ക് കുടുംബപരമായിട്ടുള്ള അവരുടെ മഹത്വം എത്രയാണ് നിങ്ങൾ ആലോചിക്കണം. അവർ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട്ടിൽ പറഞ്ഞവരാണ്. പിന്നെ മകനായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പൗത്ര പരമ്പരയിലാണ് അവരുള്ളത്. ഇതിനേക്കാൾ വലിയൊരു കുടുംബ പരമ്പര, ഇതിനേക്കാൾ വലിയൊരു തറവാടിത്തം ഇനി ഏതാ വേറെ ഉള്ളത്? റസൂലുള്ളാഹിന്റെ നസബിനേക്കാൾ വലിയ, അതിനേക്കാൾ വലിയൊരു തറവാടിത്തം ഇനി ആർക്കാണ് കിട്ടാനുള്ളത്? ഇത്രയും വലിയ തറവാടുമായുള്ള ബന്ധമാണ് അവർക്കുള്ളത്. ഗൗസുൽ ആസമിന്റെ മക്കളാണ്. വേറൊരാളുടെ ഉമ്മാന്റെ ഭാഗത്തു കൂടി നോക്കിയാൽ വല്യപ്പ എന്ന് പറഞ്ഞാൽ അവർ റസൂലുള്ളയാണ്, പാപ്പാന്റെ ഭാഗത്തൂടെ വല്യപ്പ എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആസമാണ്. ഇങ്ങനെയൊക്കെ സ്ഥാനവും മഹത്വമുള്ള നാനയും താരയും ഇത്ര മഹത്വമുള്ള ഒരു വ്യക്തിത്വമായിരിക്കെ അവർക്ക് ഒരിക്കലും ഒരു സയ്യിദല്ലാത്ത ഒരു ശൈഖിന്റെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ മഹത്വം പറഞ്ഞാൽ ഞാൻ ഇത്ര മഹത്വമുള്ള ആളാണ്, ഇത്ര സ്ഥാനമുള്ള ആളാണ്, ഞാൻ ഗൗസുൽ ആസമിന്റെ പേരക്കുട്ടിയാണ്, ആ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ സിൽസിലയെ നടത്തായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അള്ളാഹുവിന്റെ തലബ്, അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ അടുപ്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇർഫാൻ,
അത് കിട്ടാൻ അത് സയ്യിദ് അല്ലാത്ത ഒരു ഷെയ്ഖിന്റെ പക്കലാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഷെയ്ഖിന്റെ മുരീദാകാൻ തയ്യാറായി, അവരുടെ ചെരുപ്പെടുത്ത് തലയിൽ വെക്കാൻ തയ്യാറായി, അവർക്ക് സേവനം ചെയ്യാൻ തയ്യാറായി. അവർ ജീവിക്കുന്ന കാലത്തോളം അവിടെ ഗുലാമായിക്കൊണ്ട് ജീവിക്കൽ തന്റെ അഭിമാനമായി മനസ്സിലാക്കി. എന്തിന്റെ പേരിലാണ്? ഈ ഒരൊറ്റ അള്ളാഹുവിന്റെ തലവിൽ അള്ളാഹുവിന്റെ ഇർഫാൻ ലഭിക്കുക എന്ന ഒരൊറ്റ കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സയ്യിദല്ലാത്ത അവരുടെ അടുക്കൽ പോയിക്കൊണ്ട് ഈ മഹത്വങ്ങളൊക്കെ അവർ നേടിയെങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ മഹത്വം പറഞ്ഞുകൊണ്ടല്ല അവർ സിൽസില നടത്തിയത്, മറിച്ച് അള്ളാഹു തആല ഷെയ്ഖിലൂടെ അവർക്ക് പകർന്നു കിട്ടിയതായ ആ ഇൽമിനെ അവർ സംഭരിക്കുകയും അതിലൂടെ അള്ളാഹുമായുണ്ടായ അടുപ്പത്തിന്റെ പേരിലാണ് അവർ സിൽസിലയെ പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉപ്പ ബഹുമാനപ്പെട്ടവർ സാധാരണ പറയായിരുന്നു, ഞാൻ ഇന്നാളെ മോനാണ്, ഇന്ന സ്ഥാനമാണ്, ഞാൻ ഇന്നാലിന്റെ ആളാണ് എന്നുള്ളൊരു ബോധം ഒരിക്കലും തന്റെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കരുത്. മറിച്ച് ആ സ്ഥാനത്ത് താൻ എന്ത് പ്രവർത്തിച്ചു, താൻ എന്ത് സമ്പാദിച്ചു എന്ന അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം തന്നെ കുറിച്ച് മുകളിലേക്ക് എടുക്കേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുന ഒരു കവിത ചൊല്ലുമായിരുന്നു, സമാനാന പൂച്ചേക ഹസബുക്കോ നസബുക്കോ. നിങ്ങളോട് കാലം നിങ്ങളെ കുടുംബമോ തറവാടോ ഏതാണെന്ന് ചോദിക്കൂല, അത് അറിഞ്ഞുകൊണ്ട് കാലം നിങ്ങൾക്ക് സ്ഥാനം നൽകൂല. മഗർ എന്നാൽ ആ സ്ഥാനത്ത് നിങ്ങൾ സാത്തിയായ നിലയ്ക്ക് സ്വന്തമായി പ്രവർത്തനത്തിലൂടെ സ്വയം യോഗ്യതയിലൂടെ ഏതൊരു വ്യക്തിമുദ്രയാണോ പതിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് ലോകത്ത് കൊട്ടിഘോഷിക്കപ്പെടുക എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഈ കവിതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുടുംബവും തറവാടും പറഞ്ഞുകൊണ്ടല്ല ഈ വഴിയിലേക്ക് മുന്നേറേണ്ടത്, സ്വന്തമായ യോഗ്യത ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗ്യതകളെ യോഗ്യരായ മശായിഖന്മാരുടെ ബന്ധം നൽകി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവരിലൂടെ ഇതേ യോഗ്യത പകർന്നെടുക്കാനാണ് നമ്മൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. अल्हम्दुलिल्लाह, उर्स शरीफ के मौके से मैं एक ही बात आप तमाम से आखिरी बात मैं कहना चाहता हूँ। इल्म जो हमारे शयूख के सबसे पहला काम था, इल्म अहमियत जो थी हमारे शयूख के नज़दीक इल्म की, हम उनके मुरीद हैं तो इल्म हासिल करो, इल्म हासिल करो। इल्म हासिल करने के लिए आपके सामने अल्हम्दुलिल्लाह खुलफा मौजूद है, खुलफा कन जाइए, इल्म हासिल करिए, बाबुल अक़ाइद मुकम्मल फरमाइए, बाबुल दक़ाइक़ सीखने के लिए खानहा में आइए, मरकज़ भी आपके लिए खिदमत के तैयार है। इसका मतलब ये नहीं लेना बाबुल अक़ाइद मुकम्मल करने के बाद ही इधर आना, ऐसा नहीं है बुजुर्गो। आप बाबुल अक़ाइद मुकम्मल करो, दक़ाइक़ मुकम्मल करो, वो अलग मामला है। अगर वो भी मुकम्मल नहीं हुआ उसके भी तकमील के लिए लोग जिम्मेदार है। अल्लाह ताला हम सबों को इनके फ्यूज़ात से मालामाल होने की तौफीक अता फरमाए। मैं सबसे गुजारिश कर रहा हूँ, इल्म हासिल करिए। हमारी पहचान इल्म है, इल्म है, इल्म है। अगर हम इल्म हासिल करके हाल और शुगुल पैदा करेंगे, इंशाअल्लाह हमारे शेख हम पर नाज करेंगे। ऐसे मुरीदों के, ऐसे नाज करने वाले मुरीदों की फहरिस्त में अल्लाह हम सबों को शामिल फरमाए। ബഹുമാനികളെ, ഈ മഹത്തായ ഉറുസിന്റെ മാധ്യമത്തിലൂടെ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ സന്ദേശം മാത്രമേ അവസാനമായി പറയാനുള്ളൂ. നമ്മുടെ ഈ ഖാൻഖാഹ് ഇത് വിജ്ഞാനം കൊണ്ട് സമ്പന്നമായ, അറിവ് കൊണ്ട് സമ്പന്നമായ, ഇൽമിന് പ്രാധാന്യം നൽകുന്ന ഒരു ഖാൻഖാഹ്, ഒരു സിൽസിലയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിൽസിലയും മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും അത് ഹാലിലും ശുഹലിലും കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയുടെ അവസരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുലഫാക്കളുമായി അവരെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ ഇൽമു മനസ്സിലാക്കണം. ആ ഇൽമിലൂടെ നിങ്ങൾ അവരുടെ സഹവാസത്തിലൂടെ നിങ്ങൾ അവരിൽ നിന്ന് ബാബുൽ അഖായിദ്, നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ ഉറപ്പിക്കാൻ മതിയായ അറിവേതോ അത് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ദഖായിക്കും അതിലുപരിയായ ഇൽമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഇവിടേക്ക് ജില്ലയായി വരിക, മർക്കസിലേക്ക് വരിക. ഈ മർക്കസ് കേന്ദ്രം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനവും ചെയ്യാൻ ഈ മർക്കസ് സന്നദ്ധമാണ്, തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരാൾ മനസ്സിലാക്കേണ്ട ബാബുൽ അഖായിദ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊന്നും ആരും ധരിക്കേണ്ട. നിങ്ങൾ ബാബുൽ അഖായിദ് പൂർത്തിയാക്കിയാലും ശരി, പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾ ബാബുൽ അഖായിദ് അല്ല, അതിലപ്പുറമുള്ളത് അഖായിക്കോ അതിലപ്പുറമുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ശരി, ഇതൊക്കെ നിങ്ങൾക്ക് ശരിയാക്കാൻ, അത് ഉറപ്പിക്കാൻ, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഖാൻഖാഹ് മർക്കസ് തയ്യാറാണ്. ഈ മർക്കസിലേക്ക് നിങ്ങൾ വന്നുകൊണ്ട് ഈ ഇൽമു പഠിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം,
ഈ മശായിഖന്മാർ മുഴുവൻ നമ്മളെ മശായിഖന്മാർ അധ്വാനിച്ചിട്ടുള്ളത്, അവർ മുൻഗണന നൽകിയിട്ടുള്ളത് ഇൽമിനാണ്. അതുകൊണ്ട് ആ ഇൽമാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇൽമാണ് നമ്മൾ നേടേണ്ടത്, ഇൽമിലൂടെയാണ് നമ്മൾ മുന്നേറേണ്ടത്. ആ ഇൽമ് നമ്മൾ പഠിക്കുകയും അതിൻ്റെ ശുഗലും അതിൻ്റെ ഹാലും ഉണ്ടാക്കി ജീവിക്കുന്ന അവസ്ഥ നാം പ്രാപിക്കുകയും ചെയ്യണം. അള്ളാഹു തആല നമുക്ക് അവർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. हम सब ये यकीन के साथ उठे, अल्लाह मुझको फैज़ान नूरी से मालामाल कर दिया है, ये यकीन के साथ उठे। क्योंकि पीर नूरी भी यहीं पर जलवगर है, पीर आरिफ भी यहीं पर जलवगर है। बुजुर्गों को उनका फैज़ान नज़र है, ये सब जो नज़र आ रहा है, उनकी दुआओं का असर है ये जो नज़र आ रहा है, उनकी मौजूदगी का सिला हमें आज नज़र आ रहा है। उनकी मदद हमको, उनकी मदद कैसी हम पर है उसको आजमाने की, उसको देखने की, उस पर यकीन करने की अल्लाह हमें आज तौफीक अता किया है। अल्लाह हम सबों को ऐसे ही जुड़कर पीरों से इस दुनिया से जाने की तौफीक अता फरमाए। ബഹുമാനികളെ, അതുകൊണ്ട് ഈ മശായിഖന്മാരുടെ ഇൽമ് നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മശായിഖന്മാർ അഭിമാനം കൊള്ളുന്ന മുരീദന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തും. ഈ ഇൽമും അതിൻ്റെ ഹാലും ശുഗലുമുള്ളവരായി നാം ജീവിച്ചാൽ നമ്മുടെ മശായിഖന്മാർ നമ്മളെ കണ്ടുകൊണ്ട് അഭിമാനിക്കുന്നവരായി മാറും. അഭിമാനിക്കാൻ മതിയായ അവസ്ഥയിലേക്ക് അവർ നമ്മളെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ഈ സംസാരം കേട്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ശൈഖുനായുടെ മഹാന്മാരുടെ ഫൈളാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു എന്നത് തന്നിൽ ഉള്ളിൽ എത്തിച്ച് ഉറപ്പിച്ച് കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്? നമ്മളിവിടെ ശൈഖുന നൂരിയുടെയും ശൈഖുന ആരിഫ് സർക്കാർ രണ്ടുപേരുടെയും നടുവിലാണ് ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്നത്. അവർ രണ്ടുപേരുടെയും നോട്ടം നമ്മളിട്ടുണ്ട്. അവർ രണ്ടുപേരും നമ്മളുടെ ഹാജരാണ്. അവരുടെ നോട്ടമുള്ളതിൻ്റെ പേരിലാണ്, അവരുടെ ഹാജരായതിൻ്റെ പേരിലാണ് അവരുടെ സഹായം നമ്മൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുണ്ടായ മാറ്റവും ഈ പ്രവർത്തനവും ഈ വസന്തവും ഈ സൗന്ദര്യവും ഇതൊക്കെ അവർ നമ്മളോടൊപ്പമുണ്ട്. അവരുടെ നോട്ടം നമ്മളോടൊപ്പമുണ്ട്. അവർ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു, വളർത്തിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഫൈളാനും കൊണ്ട് അനുകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അസറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും. ഇത്രയും സമയമായി നിങ്ങൾ ആവേശത്തിൽ ഉണർന്ന് എന്തൊക്കെ നിങ്ങൾ കാണുന്നോ ഇതൊക്കെ അവരാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അവരുടെ ഫൈളാൻ നമ്മൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട. ആ ഫൈളാനെ എത്തിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളൊക്കെ ഇവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. अभी तक हम ज़हूर नूर में, फैज़ान गौसे आज़म में, फैज़ान नूरी में आते थे। अब अल्लाह हमको मरकज़ से और जुड़ने के लिए फैज़ान आरिफ भी रखा है। अल्लाह उसमें भी आने की हम सबों को, उसके फैज़ान से मालूमाल होने की हम सबों को तौफीक अता फरमाए। ഇതുവരെ നമ്മൾ റബീഉൽ അവ്വലിലെ ളുഹൂർ നൂറിനും റബീഉൽ ആഖിറിലെ ഫൈളാൻ ഗൗസുൽ ആലമിനും ഫൈളാൻ നൂരിക്കുമായിരുന്നു ഇവിടെ മർക്കസിൽ വന്നിരുന്നത്. അല്ലാഹു തആല നമ്മളെ വരവിനെ സ്വീകരിച്ചു. നമ്മൾക്ക് ഫൈളാൻ കൊണ്ട് അനുഗ്രഹീതരാകാൻ ഇനി ഒരു അവസരം കൂടി അല്ലാഹു തആല വർദ്ധിപ്പിച്ച് തന്നിരിക്കുകയാണ്. അങ്ങനെ ഇനി ഫൈളാൻ ആരിഫിലും കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആ പരിപാടിയിൽ നിങ്ങളൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഫൈളാൻ കൊണ്ട് അനുഗ്രഹീതരമാകണമെന്ന് അപേക്ഷിക്കുന്നു. अल्लाह से दुआ है, ऐ अल्लाह हमारे बोलने को तो कबूल फरमा। ऐ अल्लाह हमें सूए फहम से हमारी हिफाजत फरमा। ऐ अल्लाह जो हम बोले हैं, जो सुने हैं हम, ऐ अल्लाह बोलने और सुनने से ज़्यादा उस पर अमल की हमें तौफीक अता फरमा। ऐ अल्लाह अमल की तौफीक अता फरमा। ऐ अल्लाह अमल की तौफीक अता फरमा। हाल और शुगल वाली कैफियत अता फरमा, नेमत अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा। हम गुनहगार है, बदकार है, सियाहकार है, पाक परवरदिगार। ऐ अल्लाह तेरी रहमत के उम्मीदवार है। ऐ अल्लाह तो अपनी रहमत से हम सबों को मालामाल फरमा। ऐ अल्लाह अपनी रहमत से हमारे गुनाहों को तो नेकियों में तब्दील फरमा। ऐ अल्लाह नेकियों में तब्दील फरमा, नेकियों में तब्दील फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा। ये महफिल में ये कोई भी अपनी तरफ से यहाँ पर नहीं आया है। ऐ अल्लाह ना कोई और बुलाने की वजह से आया है, तो अपनी हौल क़ुव्वत से तूने इन्हें यहाँ पर जमा किया है। ऐ पाक परवरदिगार इन निस्बतों के साए तले ज़िंदगी गुजारने के में तौफीक अता फरमा। ऐ अल्लाह हम सब यहाँ पर जो बैठे हैं, जो जमा हैं, तेरे वली की याद में, ऐ अल्लाह तेरे वली की शान बयान करने के लिए, तेरे वली की शान सुनने के लिए हम यहाँ पर जमा हुए हैं पाक परवरदिगार। ऐ अल्लाह इनके वसीले से, इनके तसद्दुक़ व तुफ़ैल में, ऐ अल्लाह
तो हमको भी अपने औलिया की फहरिस्त में शामिल फरमा ले। ऐ अल्लाह दुश्मनों की फहरिस्त से निकाल कर दोस्तों की फहरिस्त में शामिल फरमा ले। ऐ अल्लाह दुश्मनों के फहरिस्त से निकाल कर दोस्तों की फहरिस्त में शामिल फरमा ले। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह ऐ पाक परवरदिगार तू रहम फरमा, करम फरमा। ऐ अल्लाह तो हमारे यहाँ पर आने को कबूल फरमा। ऐ अल्लाह जिस तरह पीर नूरी के साए में, पीर आरिफ के साए में, ऐ अल्लाह इन दोनों के बीच में, इन दोनों के साए के तले हमको जो आज तूने जमा किया है, ऐ अल्लाह इस साए को हशर के लिए भी तो ऐ अल्लाह इसकी हिफाजत फरमा। ऐ अल्लाह हशर में भी इन्हीं साए तले हम सबों को फिर से हयात बख्श। ऐ अल्लाह हम सबों को फिर से उठने की तौफीक अता फरमा। ऐ अल्लाह इन्हीं के साए तले वहाँ पर भी हमें रहने की तौफीक अता फरमा। ऐ अल्लाह तो इनसे जो यहाँ पर जोड़ के रखा है, ऐ अल्लाह तू वहाँ पर मत तोड़। ऐ अल्लाह वहाँ पर भी तो हमें इनसे जुड़ कर रहने की तौफीक अता फरमा। ऐ अल्लाह हमारे अंदर कोई काबिलियत नहीं है पाक परवरदिगार। ऐ अल्लाह हमारे अंदर पूरे नक्स ही नक्स है पाक परवरदिगार। ऐ अल्लाह जो भी कमाल नज़र आ रहा है ये तेरे महबूबीन के बतलाए हुए रास्ते पर चलने से, ये तेरे महबूबीन की नज़र से, ऐ अल्लाह ये तेरे महबूबीन की दुआओं से, ऐ अल्लाह तेरे हबीब के सदक़े में, ऐ अल्लाह तेरे फजल से नज़र आ रहा है। ऐ अल्लाह तो इसमें और इजाफ़ा फरमा, और इसमें इजाफ़ा फरमा, और इसमें इजाफ़ा फरमा। इस महफिल में जो भी शरीक हुए पाक परवरदिगार, ऐ अल्लाह सबों की शिरकत को कबूल फरमा। ऐ अल्लाह उस कबूलियत के बदौलत जो बीमार है सबों को शिफा अता फरमा। ऐ अल्लाह इनके मुतवस्सिलीन जो बीमार है उनको भी शिफा अता फरमा। जो परेशान है उनके परेशानियों को दूर फरमा। जो कर्जों में मुब्तला है उन्हें कर्जों से नजात दे। जो बेरोजगार है उन्हें रोजगार अता फरमा। जो बे औलाद है उन्हें औलाद अता फरमा। ऐ अल्लाह जो हमारी बहनें घरों में बैठी हुई है गैब से उनकी मदद फरमा, गैब से उनकी मदद फरमा, गैब से उनकी मदद फरमा। जो अहले सिलसिला अपने वतन से दूर है पाक परवरदिगार, ऐ अल्लाह उन सबों को अपनी आफियत में ले ले। ऐ अल्लाह उन सबों को अपनी आफियत में ले ले। हम सबों को रिज़्क़ बा करामत अता फरमा। हम सबों को रिज़्क़ बा करामत अता फरमा। ज़िल्लत और रुसवाई से महफूज फरमा, ज़िल्लत और रुसवाई से महफूज फरमा। ऐ अल्लाह हमारे क़ल्ब व नज़र में तू ही रहे, तेरे जलवे रहे, उसके सिवा कुछ ना रहे। ऐ अल्लाह तू हमारे खल्क़ को तो अपना अर्श बना। ऐ अल्लाह हमारे खल्क़ को तो अपना अर्श बना। ऐ अल्लाह हमारे खल्क़ को तो अपना अर्श बना दे। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह हमारी ज़िंदगियों से तो राज़ी हो जा। ऐ अल्लाह तू ही मुहाफ़िज़ है, तेरे सिवा न कोई हिफाजत करता है। ऐ अल्लाह तू ही मुहाफ़िज़ है अपने हबीब के सदक़े में, अपने महबूबीन के वसीले से, गौसुल आज़म के वसीले, गरीब नवाज के वसीले, पीर नूरी और पीर आरिफ के वसीले से। ऐ अल्लाह इस चमन को तो आबाद रख, इस चमन को तो आबाद रख। ऐ अल्लाह इस चमन को तो आबाद रख। सिलसिले नूरिया की तो हिफाजत फरमा। ऐ अल्लाह इस सिलसिले को हर हासिद की हसद से, इस चमन को हर हासिद के हसद से, अशरार के शर से, मुनाफिकों के निफाक से, हुकूमत के बेजा ख़वानीन से, ऐ अल्लाह इस सिलसिले की इस चमन की तो हिफाजत फरमा। ऐ अल्लाह इस सिलसिले की इस चमन की तो हिफाजत फरमा। ऐ अल्लाह जितने भी खुलफा है सबों को अहियाए दीन के लिए मुंतखब फरमा। पीर नूरी और पीर आरिफ के फैज़ान ख़ास से तमाम खुलफा को मालामाल फरमा। इखलास के साथ उन्हें दीन की खिदमत की तौफीक अता फरमा। ऐ अल्लाह उनके अमल में इखलास शामिल हाल रहे, इखलास के साथ दीन की खिदमत की तौफीक अता फरमा। ऐ अल्लाह यहाँ पर जितने भी बैठे हुए पाक परवरदिगार सबों को तेरे औलिया के बतलाए हुए रास्ते पर चलने की तौफीक अता फरमा। उनके नक्श कदम पर चलने की तौफीक अता फरमा। ऐ अल्लाह उनकी आँखों की ठंडक बनकर ज़िंदगी गुजारने की तौफीक अता फरमा। वो जिस तरह हमें बनाना चाहते हैं उसी मुताबिक हमें भी बनने की तौफीक अता फरमा। वो जिस तरह देखना चाहते हैं उसी मुताबिक उनको बन के दिखाने की तौफीक अता